ഗുഡ് മോർണിംഗ് മക്കളെ. നമുക്ക് ഇന്ന് ആൽഗയെ കുറിച്ചാണ് പഠിക്കാനുള്ളത് കേട്ടോ. നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള പ്ലാൻ കിങ്ഡത്തിലെ ആദ്യത്തെ മെമ്പറാണ് ആരെന്ന് പറയുന്നത് ആൽഗെ. അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ആൽഗയുടെ ക്യാരക്ടേഴ്സിലേക്ക് കടക്കാം. അപ്പൊ ആൽഗെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ പായൽ എന്ന് വിളിക്കാറില്ലേ? മഴക്കാലത്തൊക്കെ മുറ്റത്തും മതിലിന്റെ ചുമരിലും എന്താ പറയാ പുറത്ത് പാത്രം കഴുകുന്ന സ്ഥലത്തും എല്ലാം വരുന്ന പച്ച കളറിലുള്ള സാധനം. അതുപോലെ തന്നെ കുളങ്ങളിലും കെട്ടിക്കിടക്കുന്ന വാട്ടർ ബോഡീസിലെല്ലാം കാണുന്ന പച്ച കളറിലുള്ള സാധനം, അതാണ് ആൽഗെ എന്ന് പറയുന്നത്. അപ്പൊ പച്ച കളർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്തായിരിക്കും അത്. ഗ്രീൻ കളർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ബോട്ടണി സ്റ്റുഡൻസിന് ഓർമ്മയിൽ എത്തണം എന്തായിരിക്കും അത്. ക്ലോറോഫിൽ ബിയറിംഗ് ആയിരിക്കും. ഓക്കെ, ക്ലോറോഫിൽ പിഗ്മെന്റ് ഉള്ള ഓർഗാനിസംസ് ആണ് അല്ലെങ്കിൽ പ്ലാൻ മെമ്പർ ആണ് ആരെന്ന് പറയുന്നത് നമ്മുടെ ആൽഗെ എന്ന് പറയുന്നത്. അവരുടെ ബോഡി നേച്ചർ വെരി സിമ്പിൾ ആൻഡ് താലോയിഡ്. താലോയിഡ് എന്നുള്ള വാക്ക് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. എന്താണത്? ദ പ്ലാന്റ് ബോഡി വിച്ച് കനോട്ട് ബി ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു റൂട്ട്, സ്റ്റെം ആൻഡ് ലീഫ് ലൈക്ക് സ്ട്രക്ചേഴ്സ് അല്ലെ. ചെടിയുടെ ഭാഗങ്ങളായിട്ടുള്ള വേര്, തണ്ട്, ഇലകൾ ഇങ്ങനെയൊന്നുമായി തരംതിരിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള പ്ലാന്റ് ബോഡീനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? താലോയിഡ് എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ ഈ ക്ലോറോഫിൽ പിഗ്മെന്റ് ഉള്ളത് കൊണ്ട് തന്നെ അവരെങ്ങനെയായിരിക്കും? ഓട്ടോട്രോഫിക് ആയിരിക്കും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു വാട്ടർ ബോഡീസിലെല്ലാം കാണുന്ന സംഭവമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആൽഗെ എവിടെയാ ജീവിക്കുക? ആൽഗയുടെ ഹാബിറ്റാറ്റ് എന്താണ്? അക്വാട്ടിക് ആണ് അല്ലെ. ആൽഗയുടെ ഹാബിറ്റാറ്റ് എന്താണ്? അക്വാട്ടിക്. എന്താ അക്വാട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാലൊക്കെ അറിയാലോ. അപ്പൊ നമ്മുടെ ഫ്രഷ് വാട്ടറിലാണെങ്കിലും മറൈൻ വാട്ടറിലാണെങ്കിലും ഒക്കെ കാണപ്പെടുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള താലോയിഡ് നേച്ചറുള്ള പ്ലാൻ കിങ്ഡത്തിലെ മെമ്പർ ആണ് ആര് എന്ന് പറയുന്നത്? ആൽഗെ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ താലോയിഡ് എന്താണെന്നുള്ളത് അറിയാലോ. ഇനി ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ ആ മക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അത് നോക്കി നോക്കൂ, ഇതെല്ലാം പല തരത്തിലുള്ള ആൽഗേസ് ആണ്. കാണുന്നില്ലേ മക്കള്? അപ്പൊ നോക്കൂ, ഈ ആൽഗയിൽ ഏതാണ്? നോക്കൂ, ഈ ആൽഗയുടെ സ്റ്റെം ഏതാ, റൂട്ട് ഏതാ, ലീഫ് ഏതാന്ന് അറിയാൻ പറ്റുമോ? ഈ ആൽഗയുടെ സ്റ്റെം, റൂട്ട്, ലീഫ് നമുക്ക് അറിയാൻ പറ്റുമോ? അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ ഇങ്ങനെ പ്ലാന്റ് ബോഡീനെ നമുക്ക് പല റൂട്ടായിട്ടോ സ്റ്റെമ്മായിട്ടോ ലീഫായിട്ടോ ഒന്നും വേർതിരിച്ചെടുക്കാൻ പറ്റാത്ത ഇത്തരത്തിലുള്ള ബോഡി നേച്ചറിനെയാണ് എന്തെന്ന് പറയുന്നത്? താലസ് എന്ന് പറയുന്നത്. ആ നേച്ചറുള്ള ഓർഗാനിസംസിനെ നമ്മൾ എന്ത് പറയും? താലോയിഡ് ഓർഗാനിസംസ് എന്ന് പറയും. ഇത് കഴിഞ്ഞ ചാപ്റ്ററിൽ ആരെങ്കിലും പഠിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഇൻക്ലൂഡ് ചെയ്തതാണ്. കേട്ടല്ലോ? അപ്പൊ ഇനി മറക്കരുത് കേട്ടോ. താലസ് എന്താണ് അല്ലെങ്കിൽ താലോയിഡ് എന്താണെന്നുള്ളത് ഇനി മറക്കരുതേ. അപ്പോ ആൽഗെ അക്വാട്ടിക് ഇൻ ഹാബിറ്റാറ്റ് എന്നുള്ളത് നമ്മൾ പഠിച്ചു. അപ്പൊ വെള്ളത്തിലാണ് ഉണ്ടാവുക. അത് കടൽ വെള്ളത്തിലാണെങ്കിലും ശുദ്ധമായ ഫ്രഷ് വാട്ടറിലാണെങ്കിലും ഒക്കെ കാണുമെന്ന് പറഞ്ഞു. ഇനി അങ്ങനെ മറൈൻ വാട്ടറിലോ അല്ലെങ്കിൽ ഫ്രഷ് വാട്ടറിലോ അല്ലാതെ നമുക്ക് ആൽഗേനെ എവിടെയൊക്കെ കാണാൻ പറ്റും എന്നുള്ളതാണ്. എവിടെയൊക്കെയാണ്? ഈർപ്പമുള്ള കല്ലുകളിൽ. ഇപ്പൊ നമ്മൾ നമ്മുടെ ബീച്ചിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുളത്തിന്റെ കരയിലൊക്കെയുള്ള കല്ലുകളിൽ ചെന്ന് കഴിഞ്ഞാൽ എന്തിനാ മഴ ഒരാഴ്ച ഒന്നും നിർത്താതെ മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സിമന്റ് ഇട്ട മുറ്റം അല്ലെങ്കിൽ ടൈലിട്ട മുറ്റമാണെങ്കിൽ അവിടെയും ഒക്കെ എന്തുണ്ടായിരിക്കും? ഈ തരത്തിലുള്ള ആൽഗേസ് ഉണ്ടാവും അല്ലെ. കണ്ടോ? ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഇത്തരത്തിലുള്ള പച്ച കളറിലുള്ള പ്ലാന്റ് കിങ്ഡത്തിലെ ഏറ്റവും ലോവർ മെമ്പർ ആണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ ആൽഗെ എന്ന് പറയുന്നത്. ഇനി അതല്ലെങ്കിൽ പിന്നെ എവിടെ കാണാം? നമ്മുടെ മണ്ണിലാണെങ്കിലും അതുപോലെ തന്നെ തടികളിലാണെങ്കിലും ഒക്കെ നമുക്കിങ്ങനെ കാണാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ ഇനി അതല്ല എങ്കിലോ? വളരെ മടിയന്മാരായിട്ടുള്ള ഒരാളുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതേ നോക്കി നോക്കൂ, കണ്ട ഇതൊരു സ്ലോത്ത് ബിയർ ആണ്. ഇതിന്റെ നോക്കി നോക്കൂ, ഈ പച്ച കളർ ഇല്ലേ മക്കളെ, ഇതൊന്നും തന്നെ ആ ബിയറിന്റെ കളർ അല്ല. അതിന് ഇങ്ങനെ നീന്താനൊക്കെ വളരെ സ്ലോ അല്ലേ, ഭയങ്കര സ്ലോ ആയിട്ടുള്ള ഓർഗാനിസം അല്ലേ. അപ്പൊ ഈ ആനിമൽ ഇത്രയും വളരെ സ്ലോ ആയതുകൊണ്ടും എപ്പോഴും വാട്ടർ കോണ്ടാക്ട് വരുന്നതുകൊണ്ടും ഇതിന്റെ ബോഡിയിൽ വരെ അത് പറ്റിപ്പിടിച്ചിരിക്കും. പിന്നെ അത് തട്ടിക്കളയാനൊന്നും വയ്യാത്ത, നിങ്ങൾ സ്ലോത്തിനെ ഒന്ന് നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ, എത്ര മാത്രം സ്ലോ ആണ് അത് എന്നുള്ളത്. അപ്പൊ അതിന്റെ ദേഹത്ത് വരെ വളരും എന്നാണ് പറയുന്നത്. അപ്പൊ മക്കൾ ഇത്രയും ഓർത്തിരുന്നാൽ മതി. എവിടെയൊക്കെയാണോ വാട്ടർ കോണ്ടാക്ട് വരുന്നത്, കണ്ടിന്യൂസ് വാട്ടർ കോണ്ടാക്ട് വരുന്ന സ്ഥലത്തൊക്കെ തന്നെ ആരെ കാണാൻ സാധിക്കും? നമുക്ക് ആൽഗയെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ
ഇത് കൂടാതെ നമുക്ക് ആൽഗനെ കാണാൻ പറ്റുന്നത് എവിടെയാണ്? നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ലാസ്റ്റ് ഒരു പോർഷൻ നമ്മൾ പഠിച്ചിരുന്നു, ഇങ്ങേരെ പറ്റി പഠിച്ചിരുന്നു. ആരാ ഇങ്ങേര്? ലൈക്കൻസ് അല്ലെ? ലൈക്കൻസ് എന്താണ്? ഇറ്റ് ഈസ് ദ സിംബയോട്ടിക് അസോസിയേഷൻ ബിറ്റ്വീൻ ആൽഗെ ആൻഡ് ഫംഗെ. നോക്കൂ മക്കളെ, മരത്തിൽ ഇതിങ്ങനെ ഒരു സംഭവം കണ്ടിട്ടില്ലേ നിങ്ങൾ? ഇത് ലൈക്കനാടാ. ആൽഗയും ഫംഗയും കൂടി ചേർന്നിട്ടുള്ള സിംബയോട്ടിക് അസോസിയേഷൻ എന്ന് പറയില്ലേ? അപ്പൊ അത് എങ്ങനെ കളർ വരും? മരത്തിലൊക്കെ ആണെങ്കിൽ ഇനി സൂക്ഷിച്ചു നോക്കണേ, ശ്രദ്ധിച്ചു നോക്കണേടാ. ഇങ്ങനെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഓർത്തോളാം, ഇതെന്താണ്? ലൈക്കൻ ആണ് കേട്ടോ. ഇനി ഇതേ അടുത്ത ആളിതേ പാറപ്പുറത്തൊക്കെ ഇങ്ങനെ കാണാനായിട്ട് പറ്റും. പാറപ്പുറത്ത് ഇപ്പൊ ചില തെങ്ങുകളിലൊക്കെ, വീണ് കിടക്കുന്ന തെങ്ങുകളിലൊക്കെ നമുക്ക് ഇങ്ങനെ കാണാനായിട്ട് പറ്റും. ഇതും അതേപോലെ സിംബയോട്ടിക് അസോസിയേഷൻ. ആരുമായിട്ടാണ് സിംബയോട്ടിക് അസോസിയേഷൻ? ഒരൊറ്റ റിവിഷൻ നമുക്ക് ഈ സ്ലൈഡിൽ നടത്താം. ആരുമായിട്ടാണ്? ഇതിൽ എഴുതിയിരിക്കുന്ന പോലെ ഫംഗസുമായിട്ട് അല്ലെ? അപ്പൊ നമുക്ക് ലൈക്കൻസിന്റെ ഡെഫിനിഷൻ ഒന്ന് പറയാം. ഇറ്റ് ഈസ് ദ സിംബയോട്ടിക് അസോസിയേഷൻ ബിറ്റ്വീൻ ആൽഗെ ആൻഡ് ഫംഗെ. ആൽഗെ എന്തിനെ കൊടുക്കുന്നു? ഫുഡ് കൊടുക്കുന്നു അല്ലെ? ഫംഗസ് എന്തിനെ കൊടുക്കുന്നു? ഫംഗസ് എന്താ കൊടുക്കുന്നത്? ആൽഗയ്ക്കുള്ള ഷെൽട്ടർ പ്രൊവൈഡ് ചെയ്യുന്നു. അതാണ് സിംബയോട്ടിക് അസോസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ആൽഗെ എന്താണ്? സിമ്പിൾ ആണ്, താലോയിഡ് ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഈ സിമ്പിൾ എന്ന് പറഞ്ഞാൽ എത്രമാത്രം സിമ്പിൾ ആയിരിക്കും? അവര് യൂണിസെല്ലുലാർ ടു മൾട്ടി സെല്ലുലാർ, അത് തന്നെ ഭയങ്കര തരത്തിൽ നമുക്ക് കാണാം. അതിന്റെ വെറൈറ്റീസ് എന്തൊക്കെയാണ് നമുക്കിപ്പോ കാണാം കേട്ടോ. അപ്പൊ നോക്കൂ, യൂണിസെല്ലുലാർ ആണ്. ഈ യൂണിസെല്ലുലാർ ആയിട്ടുള്ള ആൽഗയുടെ എക്സാമ്പിൾ ഞാൻ പറയാം, അതിനോടൊപ്പം അവിടെ ഇരുന്ന് പറയണം. ക്ലാമിഡോമൊണാസ്. യൂണിസെല്ലുലാർ ആയിട്ടുള്ള ആൽഗയുടെ എക്സാമ്പിൾ എന്താണ്? ക്ലാമിഡോമൊണാസ്. കാണാൻ എങ്ങനെ ഉണ്ടാവും കാണണ്ടേ? ഇതേ കണ്ടോ, ഇതാണ് യൂണിസെല്ലുലാർ. ഇതൊരു ക്ലാമിഡോമൊണാസ് ആണ്, ഇതൊരു ക്ലാമിഡോമൊണാസ് ആണ്, ഇതൊരു ക്ലാമിഡോമൊണാസ് ആണ്, ഇതൊരു ക്ലാമിഡോമൊണാസ് ആണ്. കണ്ടോ? അപ്പൊ ഇങ്ങനെ യൂണിസെല്ലുലാർ ആയിട്ടുള്ള ആൽഗൈകളും ഉണ്ട്. അപ്പൊ ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചേക്കാം. യൂണിസെല്ലുലാർ ആൽഗയ്ക്ക് എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എന്താ എഴുതുക? ക്ലാമിഡോമൊണാസ്. എന്താ എഴുതുന്നത് നമ്മള്? ക്ലാമിഡോമൊണാസ്. ഓക്കെ, ഇനി മൾട്ടി സെല്ലുലാർ ഉണ്ട്. അതെന്തൊക്കെയാന്നുള്ളത് നമ്മൾ അടുത്ത സ്ലൈഡിൽ കാണാം കേട്ടോ. അതിനു മുന്നേ നമുക്ക് വേറൊരു കൂട്ടരെ പരിചയപ്പെടാം. ആരാണത്? നോക്കി നോക്കൂ, കൊളോണിയൽ ആൽഗെ. അതായത് ഈ ആൽഗകൾ ഉണ്ടല്ലോ, ഒറ്റയ്ക്ക് താമസിക്കില്ല. ഈ ഗ്രൂപ്പിൽ പെടുന്ന, അതായത് ഈ വോൾവോക്സ് എന്ന് പറയുന്ന ആൽഗകൾ ഒരിക്കലും ഒറ്റയ്ക്ക് താമസിക്കില്ല. അവര് ഗ്രൂപ്പായിട്ട്, കോളനികളായിട്ടാണ് താമസിക്കുക. അതേ നോക്കി നോക്കൂ, കണ്ട ഇതേ ഇങ്ങനെ നിങ്ങളുടെ ടെക്സ്റ്റ് പുസ്തകത്തിലും കാണാം ഇങ്ങനത്തെ ചിത്രങ്ങൾ. കണ്ടോ? ഇങ്ങനെ കോളനികളായിട്ട്, ഇതൊരു വോൾവോക്സ് കോളനിയാണ്, ഇതൊരു വോൾവോക്സ് കോളനിയാണ്, ഇതൊരു വോൾവോക്സ് കോളനിയാണ്. കണ്ടോ? ഇങ്ങനെ ഓരോ ബോളുകൾ ഇങ്ങനെ കല്ലുകൾ ഉരുട്ടി വെച്ചിരിക്കുന്ന മാതിരി കാണുന്ന ഒക്കെ കോളനികളാ. ഇവർ തമ്മിൽ പരസ്പരം ഒരു ഇന്റർ കണക്ഷൻ ഉണ്ട്. ഇവർ എപ്പോഴും ഒത്തൊരുമയോടുകൂടി ഒരുമിച്ച് കോളനികളായിട്ട് ജീവിക്കുള്ളൂ. അപ്പൊ ഈ സ്ലൈഡിൽ നമുക്ക് 2 എക്സാമ്പിൾ പഠിക്കണം. എന്തൊക്കെയാണ് 2 എക്സാമ്പിൾ? ഒന്ന് യൂണിസെല്ലുലാർ ആൽഗയുടെ എക്സാമ്പിൾ എന്താണ്? ക്ലാമിഡോമൊണാസ്. അടുത്തത് കൊളോണിയൽ ആൽഗയുടെ എക്സാമ്പിൾ എന്താണ്? വോൾവോക്സ്. അപ്പൊ ഇത് രണ്ടും ഈ സ്ലൈഡിൽ ഇന്ന് ഇതിനോടൊപ്പം പഠിച്ചു പോയേ പറ്റൂ. ഓക്കെ, ഇനി നമുക്ക് ഫിലമെന്റസ്, മൾട്ടി സെല്ലുലാറിന്റെ കാര്യം പറഞ്ഞില്ലേ? മൾട്ടി സെല്ലുലാർ ആൽഗെ ഇതേമാതിരി നോക്കി നോക്കൂ, കണ്ട ഫിലമെന്റസ് ആണ്. നോക്കൂ മക്കളെ, സ്പ്രിങ് ചുരുട്ടിയിട്ടിരിക്കുന്ന മാതിരിയില്ലേ? ഇങ്ങനെ സ്പ്രിങ് ചുരുട്ടിയിട്ടിരിക്കുന്ന മാതിരിയുള്ള ഈ ആൽഗയ്ക്ക് ഒരു പേര് പറയും. എന്താ അതിന് പറയുന്ന പേര് എന്നറിയോ? സ്പൈറോഗൈറ. അപ്പൊ ഇതിങ്ങനെ നീളത്തിൽ കിടക്കുന്നത് കൊണ്ട് ഫിലമെന്റസ്. അടുത്ത വർഷം നമുക്ക് ലാബിൽ ഇത് കാണാം കേട്ടോ. സ്പൈറോഗൈറ ഇത് കാണാനായിട്ട് പറ്റുവേ. പിന്നെ ഇത് നോക്കി നോക്കൂ, കണ്ട നമ്മൾ സ്പോർട്സിനൊക്കെ ഈ ഓരോന്ന് നോക്കി നോക്കട, ഓരോ ഡിസ്ക് അടുക്കി വെച്ചിരിക്കുന്നത് പോലെയല്ലേ? നമ്മുടെ ബാക്ക് ബോണിന്റെ, നമ്മുടെ നട്ടെല്ലിന്റെ ഡിസ്കുകൾ എക്സ്റേ കോപ്പി കാണുന്നത് പോലെയല്ലേ? അപ്പൊ ഇങ്ങനെ ഇത് ഈ പച്ച കളർ കാണുന്ന ഡിസ്ക് ഷേപ്പ് എന്താണെന്നറിയോ? ക്ലോറോപ്ലാസ്റ്റാ. ഇവിടെ അതേമാതിരി സ്പ്രിങ് പോലെ കിടക്കുന്ന പച്ച കളർ എന്താണെന്നറിയോ? ക്ലോറോപ്ലാസ്റ്റാ. അപ്പൊ ഇത് ഇങ്ങനെ നീളത്തിൽ റിബൺ പോലെ, ഇതാ കണ്ടോ, ഇതുപോലെ റിബൺ പോലെ കിടക്കുന്ന ഫിലമെന്റസ് ആൽഗകളും ഉണ്ട്. അപ്പൊ ഫിലമെന്റസ് ആൽഗയുടെ എക്സാമ്പിൾ എന്തൊക്കെയാന്ന് നോക്കി നോക്കൂ. നമ്മുടെ ടെക്സ്റ്റ് പുസ്തകത്തിൽ 2 എക്സാമ്പിളാ കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണെന്നറിയോ? ഒന്ന് സ്പൈറോഗൈറയും അടുത്തത് ഏതാണ്? യൂളോത്രിക്സും. ഇത് സ്പൈറോഗൈറ, ഇത് യൂളോത്രിക്സ്. അപ്പൊ നമ്മൾ ഇപ്പം ഇതിന്റെ ഹാബിറ്റ് പഠിച്ചപ്പോ നമ്മൾ 3 പേരാണ് പഠിച്ചത്. യൂണിസെല്ലുലാർ ആൽഗെ ക്ലാമിഡോമൊണാസ്, പിന്നെ കൊളോണിയൽ ആൽഗെ വോൾവോക്സ്, പിന്നെ ഫിലമെന്റസ് ആൽഗെ സ്പൈറോഗൈറയും യൂളോത്രിക്സും. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ആൽഗയുടെ റീപ്രൊഡക്ഷനെ കുറിച്ച് പഠിക്കാം. എത്ര തരത്തിലുള്ള റീപ്രൊഡക്ഷൻ ഉണ്ടെന്ന് നോക്കി നോക്കൂ. 3 തരത്തിലുള്ള
റീപ്രൊഡക്ഷൻ ഉണ്ട്. എത്ര തരത്തിലുള്ള റീപ്രൊഡക്ഷൻ ആണ്? 3 തരത്തിലുള്ള റീപ്രൊഡക്ഷൻ. അതിലെ ആദ്യത്തെ റീപ്രൊഡക്ഷനെ നമുക്ക് നോക്കാം. എന്താണ് നോക്കി നോക്കൂ. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ. എന്താണ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെജിറ്റേറ്റീവ് പാർട്സിൽ നിന്നുമാണ് പുതിയ കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത് എങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയാ? വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് പറയാ. ഇനി എന്താണ് വെജിറ്റേറ്റീവ് പാർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മക്കളെ ഞാനൊരു കാര്യം പറഞ്ഞിട്ട്, ഇപ്പൊ നമ്മൾ റോസാക്കമ്പ് എങ്ങനെയാണ് നമ്മൾ വിത്ത് മുളപ്പിച്ചാണോ പുതിയ തൈ ഉണ്ടാക്കിയെടുക്കുന്നത്? അല്ല. റോസിന്റെ എന്ത് വെച്ചിട്ടാണ്? കമ്പ് വെച്ചിട്ട് അല്ലെ. ചെമ്പരത്തിയുടെ എന്ത് വെച്ചിട്ടാണ് നമ്മൾ പുതിയ തൈകൾ ഉണ്ടാക്കുന്നത്? കമ്പ്. മുല്ലയുടെ എന്ത് വെച്ചിട്ടാണ്? കമ്പ്. അപ്പൊ മുല്ലയുടെ കമ്പ് എന്ന് നമ്മൾ പറയുന്നത് സ്റ്റെം ആണ്. ചെമ്പരത്തിയുടെ കമ്പ് എന്ന് പറയുന്നത് സ്റ്റെം ആണ് അല്ലെ. റോസയുടെ കമ്പ് എന്ന് പറയുന്നത് സ്റ്റെം ആണ്. അപ്പൊ മക്കൾക്ക് ഒരു കാര്യം അറിയാലോ, പ്ലാന്റിന്റെ റീപ്രൊഡക്ടറി ഓർഗൻ എന്ന് പറയുന്നത് ഏതാണ്? ഫ്ലവർ ആണ്. അപ്പൊ ഫ്ലവറിൽ നിന്നും റീപ്രൊഡക്ഷൻ എല്ലാം കഴിഞ്ഞ് ഫ്രൂട്ടായി, ഫ്രൂട്ടിനകത്തുള്ള സീഡിൽ നിന്നും പുതിയ തൈകൾ ഉണ്ടാവുകയാണ് എങ്കിൽ ആ റീപ്രൊഡക്ഷനെ നമുക്ക് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് വിളിക്കാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ചെമ്പരത്തി, മുല്ല, റോസ ഇതൊക്കെ ഏതിൽ നിന്നാ കുഞ്ഞുങ്ങൾ ഉണ്ടായത്? സ്റ്റെമ്മിൽ നിന്ന്. അപ്പോ സ്റ്റെം റീപ്രൊഡക്റ്റീവ് പാർട്ടാണോ വെജിറ്റേറ്റീവ് പാർട്ടാണോ? സ്റ്റെം എന്ന് പറയുന്നത് വെജിറ്റേറ്റീവ് പാർട്ടാണ് അല്ലെ. അപ്പോ അത്തരത്തില് വെജിറ്റേറ്റീവ് പാർട്സിൽ നിന്നും പുതിയ കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയാണ് എങ്കിൽ ആ റീപ്രൊഡക്ഷനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഈ നമ്മൾ പഠിക്കാൻ പോകുന്ന ആൽഗയില് റീപ്രൊഡക്ടറി ഓർഗനിൽ നിന്നല്ലാതെ പുതിയ വെജിറ്റേറ്റീവ് പാർട്ടിൽ നിന്നും പുതിയ ആൽഗെ കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ആ റീപ്രൊഡക്ഷനെയാണ് എന്തെന്ന് പറയുന്നത്? വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി വെജിറ്റേറ്റീവിനേക്കാളും ഒരു ഗ്രേഡ് കൂടിയ റീപ്രൊഡക്ഷൻ ആണ് ആരെന്ന് പറയുന്നത്? അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ എന്താണെന്നറിയോ, റീപ്രൊഡക്ഷന്റെ സമയത്ത് ചില സ്ട്രക്ചറുകളൊക്കെ ഫോം ചെയ്യും. പക്ഷെ അത് സെക്സ് ഓർഗൻ അല്ല. സെക്സ് ഓർഗൻ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള ചില സ്ട്രക്ചറുകളൊക്കെ ഫോം ചെയ്യും. അതിൽ നിന്നും പുതിയ കുഞ്ഞുങ്ങൾ ഉണ്ടാവും. പക്ഷെ അവിടെ എന്ത് നടക്കില്ല? ഫ്യൂഷൻ ഓഫ് ഗാമീറ്റുകൾ നടക്കില്ല. എന്ത് നടക്കില്ല? ഫ്യൂഷൻ ഓഫ് ഗാമീറ്റുകൾ നടക്കില്ല. മെയിൽ ഗാമീറ്റും ഫീമെയിൽ ഗാമീറ്റും തമ്മിലുള്ള ഫ്യൂഷൻ നടക്കാത്ത റീപ്രൊഡക്ഷൻ ആണ് ഏതെന്ന് പറയുന്നത്? അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ റീപ്രൊഡക്ഷൻ നമുക്കറിയാം എന്താണ്? സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. ഇവിടെ തീർച്ചയായും സെക്സ് ഓർഗൻസ് ഉണ്ട്, മെയിൽ ഗാമീറ്റ് ഉണ്ട്, ഫീമെയിൽ ഗാമീറ്റ് ഉണ്ട്. ഇതിന്റെ രണ്ടിന്റെയും ഫ്യൂഷൻ നടന്ന് പുതിയ കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ആ റീപ്രൊഡക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ പ്ലാന്റ് കിങ്ഡത്തിലെ പ്രിമിറ്റീവ് മെമ്പർ ആണ് ആൽഗെ, എന്നാൽ പോലും they are exhibiting these 3 types of reproduction. ഏതൊക്കെയാണ്? വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ, asexual reproduction and sexual reproduction. Okay, മനസ്സിലായല്ലോ? ഇനി നമുക്ക് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനെ കുറിച്ച് വിശദമായിട്ട് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏത് വഴിയാ നോക്കി നോക്കൂ? ഫ്രാഗ്മെന്റേഷൻ. എന്താണ് ഫ്രാഗ്മെന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? വെറുതെ ഒന്നുമില്ല, എന്താ പറയാ, ഫിലമെന്റസ് ആൽഗെ അവരെ ജസ്റ്റ് ബ്രേക്ക് ഡൗൺ ചെയ്ത് സിമ്പിൾ ചെറിയ 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 കുഞ്ഞു കഷ്ണങ്ങളായിട്ട്, ഞാൻ നിങ്ങൾക്ക് ക്ലാസ്സിൽ എങ്ങനെയാ പറഞ്ഞു തന്നത്? ഒരു വലിയ കമ്പെടുത്തിട്ട് നമ്മൾ നിസ്സാരം ഒടിച്ചു കളഞ്ഞാൽ എത്ര കഷ്ണമാക്കാൻ പറ്റുമോ അത്രയും കഷ്ണങ്ങൾ. അതേപോലെ ഇവിടെ ആൽഗെ എത്ര കഷ്ണങ്ങളായി മുറിയുന്നുവോ അത്രയും പുതിയ ആൽഗെ കുഞ്ഞുങ്ങളായിട്ട് മാറും. ഞാൻ പറഞ്ഞു തന്നത് ഓർമ്മയുണ്ടോ? മഴക്കാലത്ത് മുറ്റത്ത് മുഴുവൻ പായലാവും. നമ്മൾ മഴ കഴിയുന്നതോടുകൂടി മുറ്റം എല്ലാം ക്ലീൻ ആക്കി കഴിഞ്ഞാലും പിന്നെയും അടുത്ത മഴയത്ത് നെക്സ്റ്റ് സ്പോട്ടിൽ അവർ അവിടെ വരാനുള്ള കാര്യം എന്താ? അതിൻ്റെ ഒരു കുഞ്ഞൊരു കഷ്ണം മതി അത് പുതിയ ആൽഗെ ആയിട്ട് വളരുന്നൊക്കെ പറഞ്ഞെന്ന് കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞത് ഓർമ്മയുണ്ടോ? അപ്പൊ നോക്കി നോക്കൂ, നമ്മുടെ ഫ്രാഗ്മെന്റേഷൻ എന്താ കണ്ടോ? ഫിലമെന്റസ് ആൽഗെ. ഇത് എത്ര കഷ്ണം, ഇപ്പൊ ഈ ചിത്രത്തിൽ 2 കഷ്ണമായിട്ടേ കാണുന്നുള്ളൂ അല്ലെ. അപ്പൊ ഇത് എത്ര കഷ്ണങ്ങളായിട്ട് മുറിയുന്നു അത്രയും പുതിയ ആൽഗെ കുഞ്ഞുങ്ങളായിട്ട് വളരാനുള്ള കപ്പാസിറ്റി ആർക്കുണ്ട്? ആൽഗയ്ക്കുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള റീപ്രൊഡക്ഷനെയാണ് എന്തെന്ന് പറയുന്നത്? വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ. കുഞ്ഞു കുഞ്ഞു ഫ്രാഗ്മെന്റ്സ് ആയിട്ട് മുറിയുന്നത് കൊണ്ട് നമ്മൾ ഇതിനെ എന്ത് പറയുന്നു? ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നു. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ബൈ മീൻസ് ഓഫ് ഫ്രാഗ്മെന്റേഷൻ. എക്സാമ്പിൾ ഏതൊക്കെയാണ് മക്കളെ? സ്പൈറോഗൈറ ആൻഡ് യൂളോത്രിക്സ്. ഏതൊക്കെയാണ് എക്സാമ്പിൾ? സ്പൈറോഗൈറയും യൂളോത്രിക്സും. ഓക്കെ. പിന്നെ അടുത്ത റീപ്രൊഡക്ഷൻ ആണ് ഏതെന്ന് പറയുന്നത്? അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ.
സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പറഞ്ഞത്? റീപ്രൊഡക്ഷന്റെ സമയത്ത് സ്പെഷ്യൽ സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യും, പക്ഷെ അവിടെ എന്ത് നടക്കില്ല? ഫ്യൂഷൻ നടക്കില്ല എന്ന് പറഞ്ഞു അല്ലേ? അങ്ങനെ സ്പെഷ്യൽ സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യുന്നതാണ് ആരെന്ന് പറയുന്നത്? സ്പോർസ്. ഞാൻ എന്താ പറഞ്ഞു തന്നിരിക്കുന്നത്? സ്പോർസ് എന്ന് പറയുമ്പോൾ എപ്പോഴും മനസ്സിലേക്ക് ഓടിയെത്തണം എന്താണ്? ദേ ആർ ദ സെൽസ് വിച്ച് ആർ ഹാവിങ് എ വെരി തിക് സെൽ വാൾ അല്ലെ? കട്ടിയുള്ള ആവരണത്തോടു കൂടിയ സെല്ലുകളാണ്. അപ്പൊ നോക്കി നോക്കൂ, രണ്ട് തരത്തിലുള്ള സ്പോർസ് ആണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുക കേട്ടോ. ആൽഗേസ് എത്ര തരത്തിലുള്ള സ്പോർസ് ആ പ്രൊഡ്യൂസ് ചെയ്യുക? രണ്ട് തരത്തിലുള്ള സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യും. അതിൽ ആദ്യത്തെ സ്പോർസിനെ നമുക്ക് നോക്കാം. ആദ്യത്തെ സ്പോർസ് ആരാ നോക്കി നോക്കൂ? സൂസ്പോർസ് ആണ്. ഇതേ നോക്കി നോക്കൂ, എന്താണ് സൂസ്പോർസ്? ഇതുണ്ടോ, ഇതാണ് സൂസ്പോർസ് എന്ന് പറയുന്നത്. ഇതേ ആൽഗേ സെല്ലിനകത്ത് ഫോം ചെയ്തിരിക്കുന്നുണ്ട്. അതിനകത്ത് എന്തോരം കുഞ്ഞുങ്ങളാ ഫോം ചെയ്തിരിക്കുന്നുണ്ട്, എന്തോരം സ്പോർസാ ഫോം ചെയ്തിരിക്കുന്നത് നോക്കി നോക്കൂ. അപ്പോ ഇവർക്ക് കട്ടിയുള്ള ആവരണങ്ങളൊക്കെ ഉണ്ട്. ആ ആവരണങ്ങൾക്ക് എന്തുണ്ട് നോക്കൂ, ആ കട്ടിയുള്ള സെല്ലിന് എന്തുണ്ട് നോക്കൂ, നൂല് പോലെ കാണുന്ന കണ്ടോടാ, ഇതാണ് ഫ്ലജല്ല. അപ്പൊ ലോക്കോമോട്ടറി ഓർഗൻ ആയിട്ടുള്ള ഫ്ലജല്ലയോട് കൂടിയിട്ടുള്ള സ്പോർസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്കിൽ we can call that spores as zoospores. അപ്പൊ ഫ്ലജല്ലേറ്റഡ് സ്പോർസിനെ നമുക്ക് എന്ത് പറയാം? സൂസ്പോർസ് എന്ന് പറയാം. എന്തെന്നാ പറയാം നമ്മള്? സൂസ്പോർസ് എന്ന്. ഇനി അടുത്ത സ്പോർസ് ആണ് ഏതെന്ന് പറയുന്നത്? എപ്ലനോസ്പോർസ് എന്ന് പറയും. അതായത് ഫ്ലജല്ല ഇല്ല, ലോക്കോമോട്ടറി ഓർഗൻ ആയിട്ടുള്ള ഫ്ലജല്ല ഇല്ലാത്ത സ്പോർസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എപ്ലനോസ്പോർസ് എന്ന് പറയുന്നത്. ഇത് നോക്കി നോക്കൂ, ഇതിലേതിലെങ്കിലും ഇത്രയധികം സ്പോർസ് ഉണ്ട്, ഏതിലെങ്കിലും ഫ്ലജല്ല ഉണ്ടോ? അപ്പൊ ഇങ്ങനെ ഫ്ലജല്ല ഇല്ലാത്ത സ്പോർസിനെയാണ് എന്തെന്ന് പറയുക? എപ്ലനോസ്പോർസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അത് ജസ്റ്റ് ഒരു ബ്രീഫ് ആയിട്ട് നോക്കാം. എന്താണ് സ്പോർ എന്നുള്ളതെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ അതിൽ നോക്കി നോക്കൂ, എന്താണ് സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചർ? എന്തിനു വേണ്ടിയിട്ടാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്? റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഫോം ചെയ്യുന്നുണ്ട് റീപ്രൊഡക്ഷന്റെ സമയത്ത്. അതിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? സ്പോർസ് എന്ന് പറയുന്നത്. അവർക്കൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? ദേ ഹാവ് ദ കപ്പാസിറ്റി ടു ഓവർകം ദ അൺഫേവറബിൾ കണ്ടീഷൻ. പ്രതികൂല സാഹചര്യങ്ങളെ ചെറുത്ത് നിൽക്കാനുള്ള കഴിവ് ഉള്ള കട്ടി കൂടിയ ആവരണത്തോടു കൂടിയ സെല്ലുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്പോർസ് എന്ന് പറയുന്നത്. ചിലതിന് സ്പോർസ് ഉണ്ടാവും, ആ സ്പോർസ് ഉള്ളതിനെ നമ്മൾ സൂസ്പോർസ് എന്ന് പറയും. ചിലതിന് എന്തുണ്ടാവില്ല? സ്പോർസ് ഉണ്ടാവില്ല. ആ സ്പോർസ് ഇല്ലാത്തതിനെ നമ്മൾ എന്ത് പറയും? എപ്ലനോസ്പോർസ് എന്ന് പറയും. അപ്പൊ സൂസ്പോർസ്, എപ്ലനോസ്പോർസ്. ഓക്കെ, അപ്പൊ ഈ ഒരു സ്ലൈഡിൽ കംപ്ലീറ്റ് ആയിട്ട് അത് കൺസോളിഡേറ്റ് ചെയ്തിട്ടുണ്ട്. മക്കൾ വൃത്തിയായി എഴുതിയെടുത്തത് പഠിച്ചോളുക. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്താണ് ഫ്ലജല്ല എന്നുള്ളത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹം കണ്ടോ, ഇങ്ങനെ യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസംസിൽ ലോക്കോമോഷന് വേണ്ടിയിട്ട്, അതായത് ചലിക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഫിലമെന്റസ് ഇലോങ്ങേറ്റഡ് സ്ട്രക്ചർ കാണിക്കാറുണ്ട്. ആ ഇലോങ്ങേറ്റഡ് ഫിലമെന്റ് സ്ട്രക്ചർ വിച്ച് ആർ ഹെൽപ്പിംഗ് ഫോർ ലോക്കോമോഷൻ, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഫ്ലജല്ല എന്ന് പറയുന്നത്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഫ്ലജല്ല എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ആൽഗയിൽ കാണിക്കുന്ന മൂന്നാമത്തെ റീപ്രൊഡക്ഷൻ, ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റീപ്രൊഡക്ഷൻ ആണ് ഇതെന്ന് പറയുന്നത് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. എത്ര തരത്തിലുള്ള സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഉണ്ട് നോക്കി നോക്കൂ മക്കളെ. 3 തരത്തിലുള്ള സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. എത്ര തരത്തിലുള്ളതാണ്? 3 തരത്തിലുള്ള സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. ഏതൊക്കെയാന്ന് നോക്കാം. ഒന്ന് ഐസോഗാമസ്. എന്താണ് ഐസോഗാമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഐസോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സിമിലർ എന്നർത്ഥം. ഐസോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സിമിലർ. അപ്പൊ സിമിലർ സ്ട്രക്ചറിലും ഷേപ്പിലും ഒക്കെ സിമിലർ ആയിട്ടുള്ള ഗാമീറ്റുകൾ, ഞാൻ അതിന്റെ ചിത്രം കൂടെ കാണിച്ചു തരാം, അപ്പൊ മക്കൾക്ക് വേഗം അറിയും. കണ്ടോ, ഇത് നോക്കി നോക്കൂ, സ്ട്രക്ചറിലും ഷേപ്പിലും എല്ലാം സിമിലർ ആയിട്ടുള്ള ഗാമീറ്റുകളുടെ ഫ്യൂഷൻ വഴിയാണ് പുതിയ ആൽഗെ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത് എങ്കിൽ we can call that fusion as isogamy and that process as isogamous. Okay, അപ്പൊ സ്ട്രക്ചറിലും ഷേപ്പിലും എല്ലാം കൊണ്ടും സിമിലർ ആയിട്ടുള്ള ഗാമീറ്റുകളുടെ ഫ്യൂഷൻ വഴിയാണ് റീപ്രൊഡക്ഷൻ നടക്കുന്നതെങ്കിൽ we can call that reproduction as isogamous reproduction.
ഇനി ഫ്യൂഷനിൽ ഏർപ്പെടുന്ന ഗാമീറ്റുകൾ സ്ട്രക്ചറിലോ ഷേപ്പിലോ എന്തെങ്കിലുമൊക്കെ ഇതേപോലെ വ്യത്യാസം കാണിക്കുന്നതാണ് എങ്കിൽ we can call that reproduction as anisogamous reproduction. എന്തെന്നാ നമുക്ക് അതിനെ വിളിക്കാൻ പറ്റുക? Anisogamous. അപ്പൊ നമ്മൾ എപ്പോഴും ഇങ്ങനെ രണ്ട് വലിപ്പം കാണുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും വലിയ സെല്ലിനെ എന്ത് സെല്ലായിട്ട് കൺസിഡർ ചെയ്യും? ഫീമെയിൽ ആയിട്ട് കൺസിഡർ ചെയ്യും. എന്തായിട്ടാ കൺസിഡർ ചെയ്യുന്നത്? വലിയ സെല്ലുകളെ എപ്പോഴും നമ്മൾ ഫീമെയിൽ ആയിട്ട് കൺസിഡർ ചെയ്യുകയും ചെറുതിനെ എപ്പോഴും എന്തായിട്ട് കൺസിഡർ ചെയ്യുകയും ചെയ്യും? മെയിൽ ആയിട്ട് കൺസിഡർ ചെയ്യുകയും ചെയ്യും. അപ്പൊ ലാർജ് ഫീമെയിൽ സെല്ലും സ്മോൾ മെയിൽ സെല്ലും അല്ലെ, ലാർജ് ഫീമെയിൽ ഗാമീറ്റും മെയിൽ എങ്ങനെയാണ് സ്മോൾ മെയിൽ ഗാമീറ്റും തമ്മിലുള്ള ഫ്യൂഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അനൈസോഗാമസ് എന്ന് പറയുന്നത്. ഇനി ഊഗാമസ്, ദ തേർഡ് ടൈപ്പ് ഈസ് ഊഗാമസ്. നമുക്ക് ഇവിടെ കാണാം, നോക്കി നോക്കൂ, ഇവിടെ ദ തേർഡ് ഇതായപ്പോഴത്തേനും നോക്കി നോക്കൂ, മൂന്നാമത്തെ ടൈപ്പ് എങ്ങനെയാണ് നോക്കി നോക്കൂ. സെല്ലുണ്ട്, ബട്ട് they don't have flagella or they lack flagella. മറ്റേതിനാണെങ്കിൽ നോക്കി നോക്കൂ, എന്താണ്, ചെറുതാണ്, അതിന് എന്തുണ്ട്, ഫ്ലജെല്ലായും ഉണ്ട്. അപ്പോൾ ഈ ഊഗാമസിനെ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യും? ഇറ്റ് ഈസ് ദ ഫ്യൂഷൻ ബിറ്റ്വീൻ ടു സെൽസ്. എങ്ങനെയുള്ള സെല്ലുകൾ ഓർ ടു ഗാമീറ്റ്സ്? എങ്ങനെയുള്ള ഗാമീറ്റുകൾ? വൺ ലാർജ് നോൺ ഫ്ലജെല്ലേറ്റഡ് ഫീമെയിൽ ഗാമീറ്റ് വിത്ത് സ്മോൾ ഫ്ലജെല്ലേറ്റഡ് മെയിൽ ഗാമീറ്റ്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഊഗാമസ് എന്ന് പറയുന്നത്. മക്കളെ, ഒരേ ആൽഗ തന്നെ ഈ മൂന്ന് തരത്തിലുള്ള റീപ്രൊഡക്ഷനും കാണിക്കണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇപ്പൊ നമ്മൾ പഠിച്ചു, ക്ലാമിഡോമോണാസ് പഠിച്ചു, വേറെ എന്തൊക്കെയാ പഠിച്ചത്? സ്പൈറോഗൈറ, യൂളോത്രിക്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറച്ച് പേരുകൾ പരിചയപ്പെട്ടില്ലേ? അപ്പൊ അതിലെല്ലാവരും ഈ മൂന്നും കാണിക്കണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. അതിൽ ചില മെമ്പേഴ്സ് ചിലപ്പോൾ ഐസോഗാമസ് ടൈപ്പ് ആയിരിക്കും റീപ്രൊഡക്ഷൻ ഉണ്ടാവുക, ചിലവർ അനൈസോഗാമസ് ആയിരിക്കും ഉണ്ടായിരിക്കുക, ചിലവർ ഊഗാമസ് ഉണ്ടായിരിക്കും. ഇനി ചില അഡ്വാൻസ്ഡ് മെമ്പേഴ്സ് ഈ മൂന്ന് തരത്തിൽ, അവർക്ക് അപ്പ സാഹചര്യം എങ്ങനെയാണോ അതിനനുസരിച്ച് ഈ മൂന്ന് തരത്തിലും റീപ്രൊഡ്യൂസ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആൽഗൽ മെമ്പേഴ്സും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഏതായാലും ആൽഗയുടെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എത്ര തരത്തിലാണ്? മൂന്ന് തരത്തിൽ, ഐസോഗാമി, അനൈസോഗാമി, ഊഗാമി. അപ്പൊ ഈ ചിത്രം നിങ്ങളുടെ ടെക്സ്റ്റ് പുസ്തകത്തിലില്ല, ഇതും കൂടെ വരച്ചു വെച്ചത് പഠിച്ചോളാം. ഓക്കെ മക്കളെ, ഇപ്പൊ ഈ സ്ലൈഡില് ഞാൻ ആ മൂന്നെണ്ണം, ഐസോഗാമി, അനൈസോഗാമി, ഊഗാമി അല്ലെ, അതിന്റെ മൂന്നിന്റെയും ഡെഫിനിഷനും അതിന് കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ, ഈ എക്സാമ്പിൾ ഒക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് പുസ്തകത്തിലെ എക്സാമ്പിൾ ആണ്. മക്കൾക്ക് ഏത് പുസ്തകം വേണമെങ്കിലും നോക്കി പഠിക്കാം. പക്ഷേ എക്സാമ്പിൾസ് ഒക്കെ എഴുതുമ്പോൾ നിങ്ങൾ ഏത് മാത്രമേ എഴുതാവൂ? നമ്മുടെ ടെക്സ്റ്റ് പുസ്തകത്തിൽ എന്താണോ കൊടുത്തിരിക്കുന്നത് അത് മാത്രമേ എഴുതാവൂ. അപ്പൊ കഴിഞ്ഞ സ്ലൈഡിൽ ഞാൻ ചിത്രം ഇൻസേർട്ട് ചെയ്ത് കാണിച്ചു തന്നില്ലേ, അതിന്റെ ഡെഫിനിഷൻ ആണ്. ഐസോഗാമി നോക്കി നോക്കൂ, ഫ്യൂഷൻ ഓഫ് സിമിലർ ഗാമീറ്റ്സ്. അനൈസോഗാമി നോക്കി നോക്കൂ, ഡിസിമിലർ ഗാമീറ്റ്സ്. ഇവിടെ എങ്ങനെ നോക്കി നോക്കൂ, വൺ ലാർജ് നോൺ മോട്ടൈൽ. നോൺ മോട്ടൈൽ ആവാനുള്ള കാരണം എന്താണ്? ഊഗാമസിൽ അതിന് എന്തില്ല? ഫ്ലജെല്ല ഇല്ല. ഫ്ലജെല്ല ഇല്ലാത്തതുകൊണ്ട് അത് നോൺ മോട്ടൈൽ ആയി. ഓക്കെ, അപ്പൊ ഇതിന്റെയൊക്കെ എക്സാമ്പിളും കൂടെ ചേർത്ത് പഠിച്ചോളാം. വായിക്കാൻ അറിയാലോ. യൂളോത്രിക്സ്, ഐസോഗാമിയുടെ എക്സാമ്പിൾ നോക്കി നോക്കൂ, യൂളോത്രിക്സ് എന്ന് പറയുന്നത്. അതുപോലെ സ്പൈറോഗൈറ. ഇനി അതുമാതിരി അനൈസോഗാമസിന് ഏതാണ് എക്സാമ്പിൾ നോക്കി നോക്കൂ, യൂഡോർണിയ. ഊഗാമസിന് ഏതാ എക്സാമ്പിൾ നോക്കി നോക്കൂ, വോൾവോക്സും ഫ്യൂക്കസും. ഓക്കെ, അപ്പൊ ഇത് ജസ്റ്റ് ഒരു 3-4 പ്രാവശ്യം ഈ പേരുകളൊക്കെ വായിച്ചു വെക്കുക. കേട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതൊക്കെ ചിലപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിട്ട് എന്താണ്, മാച്ച് ദ ഫോളോയിങ്ങോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് ഒക്കെ ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ നിങ്ങളൊന്ന് എടുത്തെഴുതാൻ ഇന്നതാണ് എന്ന് ഓർത്ത് വെക്കണം. ഓക്കെ, ഒന്ന് ഓർത്ത് വെക്കാൻ പറ്റുമെന്നൊന്ന് നോക്കി നോക്കൂ, നോക്കട്ടെ. അപ്പൊ ഇനി നമുക്ക് എന്താ പഠിക്കേണ്ടതെന്ന് അറിയോ? നമ്മുടെ ആൽഗയുടെ എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ആൽഗ. ഇത് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാം. ഓക്കെ, അപ്പം സോറി അപ്പൊ ഇതിന് ഒന്നുകിൽ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് പഠിച്ചു വെക്കണം, അല്ലെങ്കിൽ 2 മാർക്കിന്റെ ചോദ്യമായിട്ട് പഠിച്ചു വെക്കണം. ആൽഗയുടെ എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഹ്യൂമൻസിന് ഇത് എന്തെല്ലാം ഗുണങ്ങളാണ് ചെയ്യുന്നത്, നമുക്കിത് എന്തെല്ലാം ഗുണങ്ങളാണ് തരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. അപ്പൊ ആൽഗയുടെ കാര്യം പറയുകയാണെങ്കിൽ, ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ നടത്തുന്നത് ആരാന്നറിയോ? നമ്മുടെ ആൽഗേസ് ആണ്. ഇത്തിരി കുഞ്ഞന്മാരായിരുന്നോട്ടെ, പക്ഷെ ഭൂരിഭാഗം കാർബൺ ഡൈ ഓക്സൈഡിനെയും അബ്സോർബ് ചെയ്ത് കാർബോഹൈഡ്രേറ്റ് ആക്കി മാറ്റിച്ച് അവരിൽ സൂക്ഷിച്ച് തിരിച്ച് ഓക്സിജനെ പുറത്തേക്ക് വിടുന്ന പ്രോസസ്സ്. ആ പ്രോസസ്സ് ഏതാണ്? നിങ്ങൾക്കറിയാം, അതെന്താണ്? ഫോട്ടോസിന്തസിസ് ആണ് അല്ലെ. അപ്പൊ ഫോട്ടോസിന്തസിസിന്റെ ഭാഗമായിട്ട്
ഏറ്റവും കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്യുകയും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഓക്സിജനെ പുറത്തേക്ക് വിടുകയും ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ആൽഗേസ് ആണ്. ഓക്കെ, അപ്പൊ ഈ ആൽഗെ വെള്ളത്തിലാണ് ജീവിക്കുന്നത് നമ്മൾ പറഞ്ഞു. അപ്പൊ ആൽഗെ പുറത്തേക്ക് വിടുന്ന ഓക്സിജൻ എവിടെയായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുക? വാട്ടറിൽ. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് എന്ത് പഠിച്ചത്? ഇൻക്രീസ് ദ ലെവൽ ഓഫ് ഡിസോൾവ്ഡ് ഓക്സിജൻ എന്ന് പറയുന്നത്. അപ്പൊ ആൽഗെ പുറത്തേക്ക് വിടുന്ന ഓക്സിജൻ എവിടെയാ? വാട്ടറിലായതുകൊണ്ട് നമ്മൾ അവിടെ സ്വാഭാവികമായും ആരുടെ എമൗണ്ടാ കൂടുക? ഡിസോൾവ്ഡ് ഓക്സിജന്റെ എമൗണ്ട് ആണ് അവിടെ കൂടുന്നത്, അല്ലെ? പിന്നെ ഇവര് ഇത്രയധികം ഫോട്ടോസിന്തസിസ് നമുക്കറിയാം ഫോട്ടോസിന്തസിസിന്റെ എൻഡ് പ്രോഡക്റ്റ് എന്താണ്? കാർബോഹൈഡ്രേറ്റ് ആണ്, അല്ലെ? അപ്പൊ അത്രയധികം കാർബോഹൈഡ്രേറ്റുകളെ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ അവർ ഏറ്റവും കൂടുതൽ എനർജി റിച്ച് ആയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ് ആണ്. പിന്നെ ചില ആൽഗകൾ എന്തായിട്ടും യൂസ് ചെയ്യുന്നുണ്ട് എന്നറിയോ? ഫുഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫുഡായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചു വെക്കണം കേട്ടോ. 3 എണ്ണമാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. ലാമിനറി, ചിത്രം അടുത്ത സ്ലൈഡിൽ ഞാൻ കാണിച്ചു തരാവേ. അപ്പം ലാമിനേറിയ, സർഗാസം, പൊർഫൈറ. ഈ സർഗാസം ഉണ്ടല്ലോടാ നമ്മുടെ ലാബിലുണ്ട്. അപ്പൊ അടുത്ത വർഷം നമുക്ക് ലാബിൽ പ്രാക്ടിക്കലിന് വരുമ്പോൾ അടുത്ത വർഷം പ്രാക്ടിക്കലിനുള്ള സാധനമാണ് ഈ സർഗാസം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഫുഡായിട്ട് ഉപയോഗിക്കുന്ന ആൽഗെ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 3 എണ്ണം: ലാമിനേറിയ, സർഗാസം, പൊർഫൈറ. ഓക്കെ, ഇത് ഓർത്ത് വെച്ചേക്കണം, മറക്കരുതേ. പിന്നെ നമുക്ക് അതിന്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ നോക്കി നോക്കൂ. ഇതാണ് ഏത് ആൽഗയെന്ന് അറിയോ? നമ്മുടെ ലാമിനേറിയ. കണ്ടോ? ഇനി നമ്മൾ ബീച്ചിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ടോ എന്നൊക്കെ നോക്കണം കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ സർഗാസം. ഇത് നമ്മുടെ ലാബിലുണ്ട്. ഓക്കെ, പിന്നെ ഇത് പൊർഫൈറ. ഇങ്ങനെ 3 എഡിബിൾ ആയിട്ടുള്ള ആൽഗേസ് ആണ് നമുക്ക് ഉള്ളത്. ഓക്കെ, ഇത് 3ഉം എഡിബിൾ ആണ്, കഴിക്കാൻ പറ്റുന്നതാണ്. ഇനി അടുത്ത ഉപയോഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഒരു വാക്കൊന്ന് പഠിച്ചേ മക്കള്. ഹൈഡ്രോകൊളോയിഡ്. എന്താ ഹൈഡ്രോകൊളോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ദ സബ്സ്റ്റൻസസ് ദാറ്റ് ക്യാൻ ഹോൾഡ് വാട്ടർ. അതായത് വെള്ളം പിടിച്ചു നിർത്താൻ കപ്പാസിറ്റി ഉള്ള സബ്സ്റ്റൻസുകളെ ഒക്കെ നമുക്ക് ഹൈഡ്രോകൊളോയിഡ് എന്ന് പറയാം. ഇത് ഞാൻ നിങ്ങൾക്ക് വെറുതെ ഒരു എക്സാമ്പിളിന് പറഞ്ഞു തന്നാണ് കേട്ടോ. അല്ലാണ്ട് സ്പോഞ്ച് എന്നൊന്നും പറയുമ്പോൾ നിങ്ങൾ ഹൈഡ്രോക്ലോറൈഡ് ഇതാക്കരുത്. ഇത് കണ്ടോ, ഇത് സ്പോഞ്ചാണ്. സ്പോഞ്ചിൽ എങ്ങനെയാണ് വാട്ടർ ഹോൾഡ് ചെയ്ത് വെക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഊഹിക്കാൻ പറ്റുന്നല്ലേ, അറിയാവുന്നതല്ലേ? അപ്പൊ എങ്ങനെയാണോ ഇതിനകത്ത് ഓരോ സുഷിരങ്ങളിലും വെള്ളം സൂക്ഷിച്ചു വെക്കുന്നത്, അതുപോലെ ആൽഗയിലെ സെല്ലുകളിലും എന്ത് സൂക്ഷിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്? കുറച്ചൊക്കെ വാട്ടർ കണ്ടന്റ് അവിടെ, കാരണം വെള്ളത്തിലാണല്ലോ. അപ്പൊ അങ്ങനെ വെള്ളം ഹോൾഡ് ചെയ്ത് വെക്കാൻ കപ്പാസിറ്റി ഉള്ള ഓർഗാനിസംസിനെ നമുക്ക് എന്ത് പറയാം? ഹൈഡ്രോകൊളോയിഡ് എന്ന് പറയാം. അപ്പൊ ആൽഗയുടെ സെല്ലുകൾക്ക് ഈ ഹൈഡ്രോകൊളോയിഡ് നേച്ചർ ഉള്ളത് കൊണ്ട് തന്നെ ചില ആൽഗേനെയൊക്കെ നമ്മൾ എന്തുണ്ടാക്കാനായിട്ട് ഉപയോഗിക്കും? ഈ പറഞ്ഞ പോലെ തന്നെ വാട്ടർ ഹോൾഡിങ്. ഇങ്ങനെ വാട്ടർ ഹോൾഡിങ് കപ്പാസിറ്റി ഉള്ള സബ്സ്റ്റൻസുകൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉണ്ടാക്കണമെന്ന് അറിയാം മക്കളെ? പണ്ടൊക്കെ ആണെങ്കിലേ ഈ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ അല്ലെങ്കിൽ പുതിയ ചെടികളൊക്കെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഷിപ്പ് ചെയ്യുമ്പോൾ, അതായത് കയറ്റി അയക്കുമ്പോൾ, ഇപ്പൊ പാഴ്സൽ സർവീസ് ഒക്കെ ഉണ്ടാവില്ലേ, പണ്ട് എങ്ങനെയായിരുന്നു? കടൽ മാർഗവും. അപ്പൊ കുറേ സമയം എടുക്കും. അപ്പൊ അത്രയും സമയം നമ്മൾ അയക്കുന്ന വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ലൈവ് പ്ലാന്റ്സ്, ചെടികൾ ഒക്കെ ഉണങ്ങാതെ കരിയാതെ കേടാവാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഈർപ്പം വേണം, അല്ലെ? അപ്പൊ അങ്ങനെ ഒരു ഈർപ്പം കൊടുക്കാനായിട്ട് ഹൈഡ്രോകൊളോയിഡ് നേച്ചറുള്ള പാക്കിംഗ് മെറ്റീരിയൽ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യും. അത് ഏത് ആൽഗയ്ക്കാണ് ആ കപ്പാസിറ്റി ഉള്ളത് എന്നറിയോ? ബ്രൗൺ ആൽഗയ്ക്കും റെഡ് ആൽഗയ്ക്കും ആണ് കപ്പാസിറ്റി ഉള്ളത്. അത് ഏതൊക്കെ ആൽഗയ്ക്കാണ്? ബ്രൗൺ ആൽഗയ്ക്കും റെഡ് ആൽഗയ്ക്കും ആണ് അങ്ങനെ ഒരു കപ്പാസിറ്റി ഉള്ളത്. അപ്പൊ നോക്കി നോക്കൂ, ഇനി 2 കെമിക്കൽ സബ്സ്റ്റൻസ് നിങ്ങൾക്ക് പഠിക്കണം കേട്ടോ. ആൽഗിൻ. ആൽഗിൻ എവിടെ നിന്നാണ് ഉണ്ടാക്കുക? ബ്രൗൺ ആൽഗയിൽ നിന്നും. ആൽഗിൻ എവിടെ നിന്നുണ്ടാക്കും? ബ്രൗൺ ആൽഗയിൽ നിന്ന്. കാരാഗിൻ എവിടെ നിന്നാണ് ഉണ്ടാക്കുക? റെഡ് ആൽഗയിൽ നിന്ന്. കാരാഗിൻ എവിടെ നിന്നുണ്ടാക്കും? റെഡ് ആൽഗയിൽ നിന്ന്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചാൽ മതി കേട്ടോ. പഠിക്കാൻ ഒരു സൂത്രപ്പണി പറഞ്ഞുതരാം. നമ്മൾ ആൽഫബറ്റ് തുടങ്ങാൻ ABCD അല്ലേ? അപ്പൊ നോക്കൂ, ആൽഗിൻ സ്റ്റാർട്ട്സ് ഫ്രം A, ബ്രൗൺ ആൽഗെ ഏതാണ്? B. കണ്ടോ? അപ്പൊ ആൽഗിൻ എവിടെ നിന്ന്? ബ്രൗൺ ആൽഗെ. AB. ആൽഗിൻ ബ്രൗൺ ആൽഗെ, ആൽഗിൻ ബ്രൗൺ ആൽഗെ, AB. അങ്ങനെ ഓർത്തു വെക്കുക. അപ്പൊ പിന്നെ മറ്റേത് കൃത്യമായിട്ട് നിങ്ങൾക്ക് പിന്നെ ഓർക്കേണ്ട കാര്യമില്ലല്ലോ. കാരാഗിൻ ഏതാണ്? റെഡ് ആൽഗെ. അപ്പൊ AB. ആൽഗിൻ എവിടെ നിന്ന് എടുക്കുന്നു? ബ്രൗൺ ആൽഗയിൽ നിന്ന്. കാരാഗിൻ എവിടെ നിന്ന് എടുക്കുന്നു? റെഡ് ആൽഗയിൽ നിന്ന്. ഓക്കെ, അപ്പൊ ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ചിട്ടൊന്ന് ഇത് ഓർത്ത് വെക്കണേ.
പിന്നെ അതുപോലെ നമ്മുടെ ആൽഗയിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്, അഗാർ എന്ന് പറയും. അതായത് നമ്മുടെ ഐസ്ക്രീമില് ജെല്ലീസിലൊക്കെ ജെല്ലിയൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയൽ. അങ്ങനെ പറയുമ്പോഴാണ് നിങ്ങൾക്കറിയാം അഗാറൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ അത് ഉണ്ടാക്കിയെടുക്കുന്നത് ഏത് ആൽഗയിൽ നിന്നാണെന്നറിയോ? 2 ആൽഗകളുണ്ട്. നോക്കി നോക്കൂ, ജെലീഡിയം, ഇതാ കണ്ട, ഇത് ജെലീഡിയം എന്ന് പറയുന്ന ആൽഗെ, ഇത് ഗ്രാസിലേറിയ എന്ന് പറയുന്ന ആൽഗെ. ഈ ആൽഗകളിൽ നിന്നാണ് അഗാർ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മുടെ ഐസ്ക്രീമുകളില്, ജെല്ലികളില്, ജെല്ലി മിഠായികളില്, അങ്ങനെ അതുമാതിരി കസ്റ്റാർഡുകളിലൊക്കെ ഉണ്ടാക്കാനായിട്ട് ഏതിനെ ഉപയോഗിക്കുന്നറിയോ? ഈ പറയുന്ന അഗാർ എന്ന് പറയുന്ന പ്രോഡക്റ്റ് നമ്മൾ ഉപയോഗിക്കും. ആ പ്രോഡക്റ്റ് ആരിൽ നിന്നൊക്കെയാണ് ഉണ്ടാക്കുന്നത്? ജലീഡിയത്തിൽ നിന്നും ഗ്രാസിലേറിയയിൽ നിന്നും. ഈ അഗാർ അടുത്ത സ്ലൈഡിൽ കാണിച്ചു തരാം കേട്ടോ. ഞാൻ നമ്മൾ ഐസ്ക്രീമും ജെല്ലിയും ഉണ്ടാക്കാൻ വേണ്ടി മാത്രമൊന്നും അല്ല, മൈക്രോ ഓർഗാനിസംസിനെ വളർത്താനായിട്ട് ന്യൂട്രിയൻ മീഡിയം ആയിട്ടും ഉപയോഗിക്കും. അടുത്ത സ്ലൈഡിൽ ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ നമ്മുടെ ഐസ്ക്രീമും ജെല്ലിയും ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല, എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കും? ദേ കണ്ടോ, ഇത് മൈക്രോ ഓർഗാനിസംസിനെ ലാബിൽ വളർത്തുന്നതാണ്. ഒരു പാത്രം, ഗ്ലാസിന്റെ ഒരു പാത്രം കണ്ടോ, ഇത് പെട്രി ഡിഷ് എന്ന് പറയേ. അപ്പോൾ ദേ ഇതിനകത്ത് മൈക്രോ ഓർഗാനിസംസിനെ വളർത്താനായിട്ട് ഇതേ കഞ്ഞിവെള്ളം കിടക്കുന്ന മാതിരി നിങ്ങൾക്ക് സൂക്ഷിച്ചു നോക്കിയാൽ കാണാം. ഇത് എന്ത് മീഡിയമാണ്? അഗാർ മീഡിയം ആണ്. എഗാർ എന്ന് പറയും. കണ്ടോ, ദാ ഇങ്ങനെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിളും ആണ്. ഐസ്ക്രീമും ജെല്ലിയും ഒക്കെ ഉണ്ടാക്കാൻ ഉള്ള സംഭവം ഇങ്ങനെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. മൈക്രോ ഓർഗാനിസംസിനെ വളർത്താനുള്ള എഗാർസ് ലാബുകളിലും അവൈലബിൾ ആണ്. ഓക്കെ, ഇതും എന്തിന്റെ പ്രോഡക്റ്റ് ആണ്? ആൽഗൽ പ്രോഡക്റ്റ് തന്നെയാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൽഗയുടെ ഒരു എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സ്പേസ് ട്രാവലേഴ്സിന്, ഇപ്പൊ കൽപ്പന ചൗളയൊക്കെ പോയതുപോലെ സ്പേസ് ട്രാവലേഴ്സിന് പോകുമ്പോൾ ഈ ചാക്ക് കണക്കിന് അരിയും ഗോതമ്പും പച്ചക്കറിയും ഒന്നും ഏറ്റുകൊണ്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ അവർക്ക് ഭക്ഷണം വേണ്ടേ? എങ്ങനെ ഭക്ഷണം കഴിക്കും അവര്? അപ്പൊ അവർക്ക് എനർജി കൊടുക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളായിട്ട്, അതായത് ക്യാപ്സ്യൂളിന്റെ ഫോമിലൊക്കെ നമ്മൾ ആരെ കൊടുക്കുന്ന അറിയുന്നുണ്ട്? ഇങ്ങനെ കൊളോണിയൽ ആൽഗ, സ്പൈറുലിന എന്ന് പറയുന്ന ഒരു ആൽഗയാണിത്. അപ്പൊ അതിൽ നിന്നൊക്കെ ഇതേപോലെ അതിന്റെ പൗഡർ ആയിട്ടോ അല്ലെങ്കിൽ അത് ടാബ്ലറ്റ് ആയിട്ടോ ഒക്കെ നമ്മൾ ആർക്ക് കൊടുക്കുന്നറിയോ? സ്പേസ് ട്രാവലേഴ്സിന്. അതുപോലെ തന്നെ ഇത് ക്ലോറല്ല എന്ന് പറയുന്ന ആൽഗിനെ കൊണ്ടും ഇതേമാതിരി ടാബ്ലറ്റുകളൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. നമ്മൾ ഈ ബോർഡറിലൊക്കെ പിക്കറ്റ് 43 സിനിമ കണ്ടിട്ടില്ലേ നിങ്ങൾ? അപ്പൊ അതിലൊക്കെ ഇങ്ങനെ ബോർഡറിൽ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഫുഡ് ഒക്കെ വരുള്ളൂ. അപ്പൊ ചില സമയത്ത് ശത്രു രാജ്യങ്ങൾ ആക്രമിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ക്ലൈമറ്റ് വെതർ പ്രശ്നമായി കഴിഞ്ഞാലോ ഒക്കെ ഫുഡ് എത്താൻ തന്നെ വൈകും. അപ്പൊ ആ സമയങ്ങളിൽ അവർക്ക് ഭക്ഷണം കഴിക്കാൻ, എനർജി കിട്ടാനായിട്ട് അവർ ഇത്തരത്തിലുള്ള ചോക്ലേറ്റുകൾ ഉപയോഗിക്കും. ചോക്ലേറ്റുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ടാബ്ലറ്റുകൾ, പൗഡറുകളൊക്കെ ഉപയോഗിക്കും. എന്തുകൊണ്ട് ആൽഗേനെ നമ്മൾ പ്രിഫർ ചെയ്യണു? ഇപ്പൊ ഈ യൂണിസെല്ലുലാർ ആൽഗ ആണെങ്കിൽ പോലും അത്രയധികം കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്ത് ഫോട്ടോസിന്തസിസ് നടത്തി ഓക്സിജനെ പുറത്തുവിടുന്നു. ഓക്കെ, ഫോട്ടോസിന്തസിസ് വഴി ഉണ്ടാക്കുന്നത് എന്താ? കാർബോഹൈഡ്രേറ്റ്. അപ്പൊ അത്രയധികം കാർബോഹൈഡ്രേറ്റുകളും പ്രോട്ടീനുകളും ഒക്കെ ഈ ഇത്തിരി കുഞ്ഞന്മാരിൽ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അവരെ യൂസ് ചെയ്തിട്ട് ആർക്കൊക്കെ ഫുഡായിട്ട് കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്നത്? ഈ തരത്തിലുള്ള സ്പേസ് ട്രാവലേഴ്സിന്, അതുപോലെ ബോർഡറിലൊക്കെ നിൽക്കുന്ന അല്ലെങ്കിൽ ഹൈ ആൾട്ടിറ്റ്യൂഡിലൊക്കെ നിൽക്കുന്ന ജവാന്മാർക്കൊക്കെ അഡീഷണൽ ഫുഡ് സപ്ലിമെന്റ് ആയിട്ട് കൊടുക്കുന്ന സംഭവമാണ് ഇതെന്ന് പറയുന്നത്, നമ്മുടെ ആൽഗെ എന്ന് പറയുന്നത്. അപ്പൊ ഇത് മറക്കരുത് കേട്ടോ, സ്പേസ് ട്രാവലേഴ്സിന് ഫുഡായിട്ട് കൊടുക്കണം എന്നുള്ളത് എഴുതാൻ മറക്കരുത്. ആൽഗയുടെ പേരും എഴുതി വെച്ചോളൂ, ക്ലോറല്ല, മറക്കല്ലേ. ഇനി നമുക്ക് എത്ര തരത്തിലുള്ള ആൽഗകൾ ഉണ്ട്, എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് അതിന്റെ എക്സാം ഓറിയന്റഡ് ആയിട്ട് നമുക്ക് നോക്കാം കേട്ടോ. എക്സാമിന് ഈ പറയുന്ന ഈ സ്ലൈഡിലെ സംഭവങ്ങൾ വൃത്തിയായിട്ട് പഠിക്കുക. ഇത് ഉറപ്പായും ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം, ആകെ 3 കോളം ഉള്ളൂ, ഈ 3 കോളത്തിലെ ഏതെങ്കിലും ഒരെണ്ണം ഉറപ്പായും പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പൊ നോക്കി നോക്കൂ, ആൽഗ എത്ര തരത്തിലുണ്ട് എന്നറിയോ? പ്രധാനമായിട്ടും 3 തരത്തിലുണ്ട്. ഏതൊക്കെ? നമ്മൾ ഫംഗസ് ഒക്കെ ഫൈക്കോമൈസിറ്റ്സ്, ആസ്കോമൈസിറ്റ്സ്, ബെസിഡിയോമൈസിറ്റ്സ്, ഡിറ്ററോമൈസിറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചു അല്ലേ? അപ്പൊ അത്രയൊന്നും ഇല്ല, ഇത് വളരെ സിമ്പിൾ ആണ്. ഏതൊക്കെയാണ് നോക്കി നോക്കൂ, ക്ലോറോഫൈസിയെ, ഫയോഫൈസിയെ, റോഡോഫൈസിയെ, ഇങ്ങനെ 3 തരത്തിലുള്ള ആൽഗൽ മെമ്പേഴ്സേ ഉള്ളൂ. ഞാൻ മക്കളോടൊരു കാര്യം പറയട്ടെ, ശ്രദ്ധിച്ച് കേൾക്കുമോ? ഇതേ ഓർഡറിൽ തന്നെ പഠിക്കണം. ക്ലോറോഫൈസിയ, ഫയോഫൈസിയ, റോഡോഫൈസിയ, അതായത് CPR.
നമ്മൾ CPR കൊടുക്കുക എന്ന് പറയാറുണ്ട് അല്ലേ? അപ്പൊ ഇത് ആൽഗയ്ക്കുള്ള CPR ആണെന്ന് ഓർത്തോളൂ. CPR എന്തൊക്കെയാണ്? ക്ലോറോഫൈസിയെ, ഫയോഫൈസിയെ, റോഡോഫൈസിയെ. ഇങ്ങനെ ഈ ഓർഡറിൽ തന്നെ പഠിക്കണേ. സൂത്രപ്പണിയാണ്, എളുപ്പം തീരും നമ്മുടെ ആൽഗെ. ഈ ഒരു സ്ലൈഡ് കഴിഞ്ഞാൽ നിങ്ങൾ എളുപ്പം തീരും. ഓക്കെ, അപ്പൊ നോക്കി നോക്കൂ, ക്ലോറോഫൈസിയെ കോമൺ നെയിം എന്താ നോക്കി നോക്കൂ, ഗ്രീൻ ആൽഗെ. ക്ലോറോ നമുക്കറിയാം ക്ലോറോഫിൽ ബിയറിംഗ് ആണ്. അപ്പൊ ക്ലോറോഫൈസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ആൽഗയാണ്? ഗ്രീൻ ആൽഗെ. ബാക്കിയുള്ളത് നമ്മൾ പഠിക്കണം. ഫയോഫൈസി എന്താണ്? ബ്രൗൺ ആൽഗെ. ഫയോഫൈസി എന്താണ്? ബ്രൗൺ ആൽഗെ. PB അല്ലെ, ഫയോഫൈസി ബ്രൗൺ ആൽഗെ. ഇനി അതവിടെ ഇരിക്കട്ടെ. ക്ലോറോ ഗ്രീൻ ആണെന്നറിയാലോ. ഇനി നോക്കൂ, റോഡോഫൈസിയെ എന്താ ആൽഗെ? റെഡ് ആൽഗെ. റോഡോഫൈസിയെ സ്റ്റാർട്ട്സ് വിത്ത് R, റെഡ് സ്റ്റാർട്ട്സ് വിത്ത് R. അപ്പൊ RR ഓർത്താൽ മതി. RR എന്താണ്? RR. റോഡോഫൈസിയെ റെഡ് ആൽഗെ. അവിടെ ഇരുന്ന് എന്നോടൊപ്പം പറയണം കേട്ടോ. റോഡോഫൈസിയെ റെഡ് ആൽഗെ, റോഡോഫൈസിയെ റെഡ് ആൽഗെ, RR. ഓക്കെ, അപ്പൊ ക്ലോറോഫൈസിയെ ഗ്രീൻ, ക്ലോറോ എന്ന് കാണുമ്പോഴേ നമ്മൾ ഗ്രീൻ എഴുതി വെക്കുന്നുണ്ട്. അത് വേഗം പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്കറിയാം. റോഡോഫൈസിയെ RR. അപ്പൊ റോഡോഫൈസിയെ റെഡ് ആൽഗെ എന്നുള്ളതുകൊണ്ട് അതും നമ്മൾ ഓർത്തു വെച്ചു. പിന്നെ ബാലൻസ് ഉള്ളതേ ഉള്ളൂ. ആരാണത്? ഫയോഫൈസിയെ ബ്രൗൺ ആൽഗെ. ഒരെണ്ണല്ലേ പഠിക്കേണ്ടി വന്നുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് അതുമാതിരി പിഗ്മെന്റിന്റെ സൂത്രപ്പണി പറഞ്ഞു തരട്ടെ. പിഗ്മെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത്. എടാ മക്കളെ, നിങ്ങൾ ഇതൊന്ന് നോക്കി നോക്കിയേ. എല്ലാറ്റിലും ആരാ ഉള്ളത് നോക്ക്? ക്ലോറോഫിൽ A ഉണ്ട്. കണ്ട, ഇതിൽ ക്ലോറോഫിൽ A ഉണ്ട്, ഫയോഫൈസിൽ ക്ലോറോഫിൽ A ഉണ്ട്, പിന്നെ ആരുണ്ട്? റോഡോഫൈസിലും ക്ലോറോഫിൽ A ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ക്ലോറോഫിൽ A കോമൺ ആയിട്ട് എഴുതി വെക്കും. നോക്കൂ മക്കളെ, അതിനാണ് ഞാൻ ഈ ഓർഡർ തെറ്റിക്കല്ലേ എന്ന് പറയുന്നത്. ഏതാ നമ്മുടെ ഓർഡർ? CPR അല്ലേ? ഏതാണ് നമ്മുടെ ഓർഡർ? CPR. ക്ലോറോഫൈസിയെ, ഫയോഫൈസിയെ, റോഡോഫൈസിയെ അല്ലേ? CPR എന്നുള്ള ഓർഡർ തെറ്റിക്കല്ലേ. നമ്മൾ പിഗ്മെന്റാ പഠിക്കാൻ പോകുന്നത്. എന്ത് എഴുതി വെക്കുന്നു? ക്ലോറോഫിൽ A കോമൺ ആയിട്ട് എഴുതി വെക്കുന്നു. പിന്നെ നോക്കി നോക്കടാ, ആൽഫബറ്റിക് ഓർഡർ BCD. കണ്ട, എന്താണ്? BCD. അപ്പൊ ക്ലോറോഫൈസിയുടെ പിഗ്മെന്റ് ഏതാ? ക്ലോറോഫിൽ Aയും Bയും. ഫയോഫൈസിയുടെ പിഗ്മെന്റ് ഏതാ? Aയും Cയും. റോഡോഫൈസിയുടെ പിഗ്മെന്റ് ഏതാ? Aയും Dയും. ഇപ്പൊ മനസ്സിലായ ഞാൻ എന്തിനാ ഈ ഓർഡറിൽ പഠിക്കാൻ പറഞ്ഞ? CPR എന്നുള്ള ഓർഡറിൽ പഠിക്കാൻ പറഞ്ഞെന്നുള്ളത് മനസ്സിലായ? അപ്പൊ A കോമൺ ആയിട്ട് എഴുതി വെക്കുക, പിന്നെ BCD അങ്ങോട്ട് താഴേക്ക് അങ്ങ് എഴുതിപ്പോയാൽ മതി. പിന്നെ അല്ലാതെ പഠിക്കാൻ കപ്പാസിറ്റി ഉള്ള മക്കൾ അതുപോലെ പഠിച്ചോ കേട്ടോ. ഞാൻ എനിക്ക് തോന്നിയ ഒരു ഐഡിയ പറഞ്ഞു തന്നു മാത്രമേ ഉള്ളേ. പിന്നെ നോക്കി നോക്കടാ, അതിന്റെ സ്പെഷ്യൽ പിഗ്മെന്റ് ഏതാണ് നോക്കി നോക്കൂ. ഇത് രണ്ടും സ്പെഷ്യൽ പിഗ്മെന്റ് ആണ്. ഈ ചുവന്ന അക്ഷരത്തിൽ കൊടുത്തിരിക്കുന്നത് എന്താ കാര്യം എന്നറിയോ? ഇടയ്ക്കിടയ്ക്ക് പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പൊ ഫയോഫൈസിൽ ക്ലോറോഫിൽ A പിഗ്മെന്റ് ഉണ്ട്, C പിഗ്മെന്റ് ഉണ്ട്. അത് കൂടാതെ ഏതും ഉണ്ട്? ഫ്യൂക്കോസാന്തിൻ എന്ന് പറയുന്ന പിഗ്മെന്റും ഉണ്ട്. ഏത് പിഗ്മെന്റും ഉണ്ട്? ഫ്യൂക്കോസാന്തിൻ എന്നുള്ള പിഗ്മെന്റും ഉണ്ട്. ഇനി അതേപോലെ തന്നെ റോഡോഫൈസിൽ A ഉണ്ട്, D ഉണ്ട്. അതുപോലെ എന്ത് പിഗ്മെന്റും ഉണ്ട്? ഫൈക്കോ എരിത്രിൻ. ആ റോഡോഫൈസിക്ക് റെഡ് കളർ കൊടുക്കുന്ന പിഗ്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത്? ഫൈക്കോ എരിത്രിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതുപോലെ എഴുതി പഠിച്ചോളാം. പിന്നെ റിസർവ് ഫുഡ് മെറ്റീരിയൽ, ക്ലോറോഫൈസിയെ മാത്രം നമുക്ക് അറിയുന്നത് അല്ലെ? ക്ലോറോഫിലുള്ള ഓർഗാനിസത്തിന്റെ ഒക്കെ റിസർവ് ഫുഡ് മെറ്റീരിയൽ എന്തായിരിക്കും? സ്റ്റാർച്ച് ആയിരിക്കും, കാർബോഹൈഡ്രേറ്റ് ആയിരിക്കും. ബാക്കിയുള്ളത് നമ്മൾ പഠിച്ചേ പറ്റൂ. ഫയോഫൈസിയുടെ എന്താണ് മക്കളെ? മാനിറ്റോൾ അഥവാ ലാമിനേറിയൻ സ്റ്റാർച്ച്. ഒന്നുകിൽ മാനിറ്റോൾ ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും? ലാമിനേറിയൻ സ്റ്റാർച്ച് ആയിരിക്കും. റോഡോഫൈസിൽ എന്തായിരിക്കും? ഫ്ലോറിഡിയൻ സ്റ്റാർച്ച്. ഒന്ന് പറഞ്ഞേ, ഫ്ലോറിഡിയൻ സ്റ്റാർച്ച്. റോഡോഫൈസിയുടെ റിസർവ് ഫുഡ് മെറ്റീരിയൽ എന്താണ്? ഫ്ലോറിഡിയൻ സ്റ്റാർച്ച്. റോഡോഫൈസിയുടെ റിസർവ് ഫുഡ് മെറ്റീരിയൽ എന്താണ്? ഫ്ലോറിഡിയൻ സ്റ്റാർച്ച്. ഫയോഫൈസിയുടെ റിസർവ് ഫുഡ് മെറ്റീരിയൽ എന്താണ്? ഒന്നുകിൽ മാനിറ്റോൾ അല്ലെങ്കിൽ ലാമിനേറിയൻ സ്റ്റാർച്ച്. എടാ മക്കൾ, ഇത് ഞാൻ എങ്ങനെയാ പഠിച്ചെന്ന് അറിയോ? എൻ്റെ പേര് നിങ്ങൾക്ക് അറിയാലോ, P ഭാഗ്യലീന. അപ്പൊ നോക്കി നോക്ക്, P ഫയോഫൈസിയെ, ബ്രൗൺ ആൽഗേന്റെ B, റിസർവ് ഫുഡ് മെറ്റീരിയൽ L, ലീനയുടെ L. അപ്പൊ PBL. അങ്ങനെയാണ് ഞാനിത് പഠിച്ചത്, PBL. ഫയോഫൈസിയെ, റോഡോഫൈസിയെ, ലാമിനേറിയ. PBL എന്ന് ഓർത്ത് വെച്ചാൽ മതി. അങ്ങനെ ഓർത്ത് വെക്കുക, PBL എന്ന് ഓർത്ത് വെക്കുക. ഫയോഫൈസി, ബ്രൗൺ ആൽഗെ, ലാമിനേറിയൻ സ്റ്റാർച്ച് അല്ലെങ്കിൽ മാനിറ്റോള്. റോഡോഫൈസി, റെഡ് ആൽഗെ, ഫ്ലോറിഡിയൻ സ്റ്റാർച്ച്. ഈ ഒരു ചാർട്ട് എന്ത് വന്നാലും നിങ്ങൾ എഴുതി 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 പഠിച്ചേ പറ്റൂ. ഓക്കെ, ഇനി നമുക്ക് അതിലെ ഓരോ മെമ്പേഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണ്. ആ ചാർട്ട് പഠിക്കുന്നത് എക്സാം ബേസ്. ഇത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാം. കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് നോക്കി വെക്കണമെന്നേ ഉള്ളൂ. ഓക്കെ,
അപ്പൊ ക്ലോറോഫേസിയലാണ് പ്ലാന്റ് ബോഡി എങ്ങനെയൊക്കെയുണ്ട്, യൂണിസെല്ലുലാർ ടു ഫിലമെന്റസ് ഓർ കൊളോണിയൽ. നമ്മൾ നേരത്തെ കണ്ട എല്ലാ സംഭവങ്ങളും അടങ്ങുന്നതാണ് ആരെന്ന് പറയുന്നത്, ക്ലോറോഫൈസിയ എന്ന് പറയുന്നത്. അവർക്ക് എന്ത് കളറാണ്, ഗ്രീൻ കളറാണ്, ഗ്രാസ് ഗ്രീൻ കളറാണ്. തീർച്ചയായിട്ടും നമ്മൾ അവരുടെ പിഗ്മെന്റ് പഠിച്ചു. ഏതൊക്കെയാണ്, ക്ലോറോഫിൽ എയും ഉണ്ട് ബിയും ഉണ്ട് അല്ലേ. പിന്നെ നോക്കടാ, ക്ലോറോപ്ലാസ്റ്റ് എന്തെല്ലാം ഷേപ്പിൽ കാണാൻ നോക്കി നോക്കൂ. ഡിസ്ക് ഷേപ്പ്, ഞാൻ നേരത്തെ യൂളോത്രിക്സ് പറഞ്ഞപ്പോൾ നട്ടെല്ലിന്റെ ഡിസ്ക് എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഡിസ്കോയിഡ് ഷേപ്പിൽ കാണാം, പ്ലേറ്റ് പോലെ കാണാം, അല്ലെങ്കിൽ കെട്ട് പണഞ്ഞ് നെറ്റ്, റെറ്റിക്കുലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാം മക്കളെ, നെറ്റ്വർക്ക് പോലെ. ഇപ്പം കടപ്പുറത്തൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നാളികേരമൊക്കെ ഉണങ്ങാനിടുന്ന സമയത്ത് കാക്ക കൊത്താതിരിക്കാനായിട്ടൊക്കെ നെറ്റ് ഇടില്ലേ, ആ നെറ്റ് എങ്ങനെയാ, അതിന്റെ തുടക്കം എവിടെയാ ഒടുക്കം എവിടെയാ നമുക്ക് കണ്ടുപിടിക്കാൻ പ്രയാസമല്ലേ. അതുപോലെ നെറ്റ്വർക്ക് ലൈക്ക് സ്ട്രക്ചറിനെയാണ് റെറ്റിക്കുലേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ റെറ്റിക്കുലേറ്റ് മാതിരിയുള്ള ക്ലോറോപ്ലാസ്റ്റുകൾ ഉണ്ടാവും, കപ്പ് ഷേപ്പ് ഉണ്ടാവും, സ്പൈറൽ ഷേപ്പ്, റിബൺ ഷേപ്പ് ഒക്കെ ഉണ്ടാവും. ഇതേ നോക്കി നോക്കടാ, ഇത് കണ്ടോ, ഈ പച്ച കളറിൽ കാണുന്നത് അത്രയും ക്ലോറോപ്ലാസ്റ്റാ, നമ്മുടെ ക്ലാമിഡോമോണസ് ആണ്. യൂണിസെല്ലുലാർ എക്സാമ്പിൾ ആൽഗയായിട്ട് നമ്മൾ എക്സാമ്പിൾ പഠിച്ചില്ലേ, ആ ക്ലാമിഡോമോണസ് ആണ് ഇയാള്. ഇതിന് കണ്ടോ പച്ച കളർ, കപ്പ് ഷേപ്പ്. അപ്പൊ ഇതിന്റെ ക്ലോറോപ്ലാസ്റ്റ് എന്ത് ഷേപ്പാ, കപ്പ് ഷേപ്പ് ആണ്. അടുത്ത് കാണിച്ചു തരാം. ഇത് നോക്കൂ, നമ്മുടെ ഡിസ്ക് ഷേപ്പ് കണ്ട, ഈ പച്ച കളർ കാണുന്നതൊക്കെ ഡിസ്ക് ഷേപ്പ്ഡ് ക്ലോറോപ്ലാസ്റ്റ് ആണ്. ഇനി അടുത്ത് നമ്മൾ ഈ ഇത് കണ്ട, സ്പ്രിങ് പോലെ കിടക്കണമെന്ന് പറഞ്ഞു, സ്പൈറൽ ഷേപ്പിൽ കിടക്കണമെന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ ഈ സ്പ്രിങ് പോലെ നമ്മൾ കാണുന്നതിന്റെ ക്ലോറോപ്ലാസ്റ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് നമുക്ക് കാണിക്കാനുള്ളത്, ഒരു കാര്യം പഠിക്കണം, പൈറിനോയിഡ്. ഇതേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, പൈറിനോയിഡ്. എന്താണെന്നറിയോ, നമ്മുടെ ക്ലോറോഫൈസിയല്, നമ്മുടെ ഗ്രീൻ ആൽഗെ അവരുടെ റിസർവ് ഫുഡ് മെറ്റീരിയൽ, ഫാറ്റ്സ് ഓയിൽസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു ബോഡി ഉണ്ട്. ആ ബോഡി ക്ലോറോപ്ലാസ്റ്റിനകത്താണ് കാണുന്നത്. ദേ ഇതാണ് സംഭവം. ഇത് നോക്ക്, കണ്ട, ഇതൊരു ക്ലോറോപ്ലാസ്റ്റ് ആണ്. ആ ക്ലോറോപ്ലാസ്റ്റിനകത്ത് കണ്ട, ഇതിങ്ങനെ ഒരു സംഭവം കണ്ട, ഈ ഒരു ക്ലോറോപ്ലാസ്റ്റിനകത്ത് അവരുടെ ഫാറ്റ്സ് ഓയിൽസ് ഒക്കെ സൂക്ഷിച്ചു വെക്കുന്ന ഒരു ചെറിയൊരു സംഭവമുണ്ട്. ഒരു ചെറിയ പാത്രം ഒളിപ്പിച്ചു വെച്ചിരിക്കുക. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, പൈറിനോയിഡ്. ഇത് 1 മാർക്കിന്റെ ചോദ്യമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കും കേട്ടോ. എന്തായിട്ടാ ചോദിക്കുക, 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. എന്താണത്, വാട്ടർ പൈറിനോയിഡ്സ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ, സ്റ്റോറേജ് ബോഡി ഫൗണ്ട് ഇൻ, എവിടെയാണ് കാണപ്പെടുന്നത്, ക്ലോറോപ്ലാസ്റ്റിൽ അല്ലെ. എവിടെയാ കാണപ്പെടുന്നത്, ക്ലോറോപ്ലാസ്റ്റില്. അപ്പൊ അവിടെ എന്തൊക്കെയാ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്, അവരുടെ റിസർവ് ഫുഡ് മെറ്റീരിയൽ ആ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. എന്താ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്, റിസർവ് ഫുഡ് മെറ്റീരിയൽ. എന്താണ് റിസർവ് ഫുഡ്, ഫാറ്റ്സ് ഓയിൽസ് ഒക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതാണ് ഏതില്, ഈ പറയുന്ന പൈറിനോയിഡ്സില്. ഓക്കെ, ഇനി ഇവരുടെ സെൽ വാൾ, ഈ പൈറിനോയിഡിന്റെ എത്ര സെൽ വാൾ ഉണ്ട് എന്നറിയാം മക്കളെ, 2 സെൽ വാൾ ഉണ്ട്. അതിലെ ഇന്നർ സെൽ വാൾ എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു എന്നറിയോ, സെല്ലുലോസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു. ഔട്ടർ സെൽ വാൾ എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു, പെക്ടോസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു. ഇത് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. നിർബന്ധമായും പഠിക്കേണ്ട കാര്യം ആരാണ്, പൈറിനോയിഡ് ആണ്. ഓക്കെ, ക്ലോറോപ്ലാസ്റ്റിനകത്ത് കാണപ്പെടുന്ന ഒരു സ്റ്റോറേജ് ബോഡിയാണ്. ഇതേ കണ്ടോ, ഈ സ്റ്റോറേജ് ബോഡിയാണ് എന്തെന്ന് പറയുന്നത്, പൈറിനോയിഡ് എന്ന് പറയുന്നത്. എത്ര വാൾ ലെയേഴ്സ് ഉണ്ട്, 2 വാൾ ലെയേഴ്സ്. അതിനകത്ത് എന്താണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്, റിസർവ് ഫുഡ് മെറ്റീരിയൽ. എന്താണ് റിസർവ് ഫുഡ് മെറ്റീരിയൽ, എങ്ങനെയാ സൂക്ഷിച്ചു വെക്കുക, ഫാറ്റ്സും ഓയിൽസ് ആയിട്ട്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് നമ്മുടെ ക്ലോറോഫൈസിയ അല്ലെങ്കിൽ ഗ്രീൻ ആൽഗയുടെ റീപ്രൊഡക്ഷൻ എന്തൊക്കെയാണെന്ന് നോക്കി നോക്കാം. 3 തരത്തിലുള്ള റീപ്രൊഡക്ഷനും അവർ കാണിക്കും. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ കാണിക്കും, അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ കാണിക്കും, അതുപോലെ തന്നെ സെക്ഷുവൽ റീപ്രൊഡക്ഷനും കാണിക്കും. അപ്പൊ ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതുകൊണ്ട്, കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞതുകൊണ്ടാണ് ഇതിന് മുന്നേ ഞാൻ ഇതെല്ലാം ഡിഫൈൻ ചെയ്തത്. ഈ ചാപ്റ്ററിൽ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇപ്പൊ നേരത്തെ, അതുകൊണ്ട് ഇവിടെ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പൊ ഈ 3 തരത്തിലുള്ള റീപ്രൊഡക്ഷനും കാണിക്കും. എക്സാമ്പിൾസ്, ക്ലാമിഡോമോണാസ്, ബോൾവോക്സ്, യൂളോത്രിക്സ്. ഇത് നോക്കി നോക്കൂ, കണ്ട 3 തരത്തിലുള്ള ആൽഗെ, ഇതെല്ലാം ക്ലോറോഫൈസിയൻ മെമ്പേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ എക്സാമ്പിൾ ഓർത്ത് വെച്ചോളാം. 3 തരത്തിലുള്ള റീപ്രൊഡക്ഷനും കാണിക്കും. ആര് എന്ന് പറയുന്നത്, നമ്മുടെ ക്ലോറോഫൈസിയൻ മെമ്പേഴ്സ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ മെമ്പർ ആയിട്ടുള്ള ബ്രൗൺ ആൽഗെ, ഫയോഫൈസിയ എന്ന് പറയുന്ന മെമ്പറിനെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പം ഇതില് എങ്ങനെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ക്ലോറോഫൈസിയനേക്കാളും കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിരിക്കും ആരെന്നറിയോ, നമ്മുടെ ഫയോഫൈസിയ എന്ന് പറയുന്നത്.
അപ്പൊ നമുക്ക് സിമ്പിൾ ആണെങ്കിൽ തന്നെ എങ്ങനെയാ നോക്കി നോക്കൂ, ബ്രാഞ്ചഡ് ആണ് അല്ലേ, ഭയങ്കരമായിട്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ, അതിന്റെ ഫോട്ടോ കാണിച്ചു തരേ. അപ്പൊ ഭയങ്കരമായിട്ട് ബ്രാഞ്ചഡ് ആയിരിക്കും, ഫിലമെന്റസ് ആയിരിക്കും. ഫൈസയുടെ ഒരു എക്സാമ്പിൾ നമുക്ക് പഠിക്കാനുള്ളത് ഏതാണെന്നറിയോ? സോറി, എക്ടോകാർപ്പസ് ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്, അത് ഓർത്ത് വെക്കണം കേട്ടോ. അപ്പോ നമുക്ക് നോക്കാം നമ്മുടെ ഫയോഫൈസയുടെ ക്യാരക്ടേഴ്സ്. ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. നമ്മൾ പഠിച്ച പിഗ്മെന്റുകൾ ഏതൊക്കെയായിരുന്നു? ക്ലോറോഫിൽ എ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ എന്തുണ്ട്, ക്ലോറോഫിൽ സി ഉണ്ട്. പിന്നെ നമ്മൾ പഠിച്ച പിഗ്മെന്റ് ഏതാണ്? ഫ്യൂക്കോസാന്തിൻ ആണ്. പിന്നെ നമ്മൾ പഠിച്ച പിഗ്മെന്റ് ഏതായിരുന്നു? ഫ്യൂക്കോസാന്തിൻ ആയിരുന്നു. ഇനി ആരെങ്കിലും എൻട്രൻസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ഈ പിഗ്മെന്റ്സും കൂടെ ഓർത്ത് വെച്ചോളുക. കരോട്ടിനോയിഡ്സും സാന്തോഫില്ലും ഒക്കെ ഉണ്ട് എന്നുള്ളത് ഓർത്ത് വെച്ചോളുക കേട്ടോ. നമ്മുടെ +2 സ്റ്റേറ്റ് സിലബസ് പരീക്ഷയ്ക്ക് നമുക്ക് ഈ 3 പിഗ്മെന്റ് അറിഞ്ഞാൽ മതി. ഏതൊക്കെയാണ്? എയും സിയും ഫ്യൂക്കോസാന്തിനും. ഓക്കെ, അപ്പൊ നമ്മൾ അത് ഓർത്തോളാം. പിന്നെ അവരുടെ കളർ എങ്ങനെയാണ് നോക്കി നോക്കൂ, ഗ്രീൻ ടു ബ്രൗൺ വരെ കളർ വേരിയാണ്. നിങ്ങൾക്ക് ആ ഫോട്ടോ കാണുമ്പോൾ അറിയാം കേട്ടോ. ഫോട്ടോ നോക്കി നോക്കൂ, കണ്ട ഇതിന്റെ കളർ എങ്ങനെയാ നോക്കി നോക്കൂ, ഗ്രീൻ ടു ബ്രൗൺ കളറാണ്. ഇതാണ് നമ്മുടെ എക്ടോകാർപ്പസ് എന്ന് പറയുന്നത്. കണ്ട, കുറച്ചും കൂടെ നേരത്തെ കാണിച്ച കോഴിമുട്ട മാതിരിയുള്ളതിനൊക്കെ, കോളനി മാതിരി ഉള്ളതിനൊക്കെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ബോഡി നേച്ചർ ആയില്ലേ ഇവർക്ക്. അപ്പൊ ഇതാണ് ഫയോഫൈസിയൻ ആൽഗ ആയിട്ടുള്ള എക്ടോകാർപ്പസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ക്യാരക്ടേഴ്സ് എല്ലാം നേരത്തെ പഠിച്ചതാണ്. സ്റ്റോർഡ് ഫുഡ് എന്തൊക്കെയായിരുന്നു മക്കളെ? ഞാൻ പറഞ്ഞു PBL, എന്റെ പേര് ഓർത്ത് വെക്കാൻ പറഞ്ഞാൽ മതി അല്ലെ, PBL. അപ്പൊ എന്താണ്? P for ഫയോഫൈസിയ, B for എന്താണ്? ബ്രൗൺ ആൽഗി, ആൻഡ് L for അതിന്റെ റിസർവ് ഫുഡ് മെറ്റീരിയൽ എന്താണ്? ലാമിനോറിയൻ സ്റ്റാർച്ച് അഥവാ മാനിറ്റോൾ എന്ന് പറയാം. ഓക്കെ, ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ച സംഭവങ്ങളാണ്, ഒന്നുകൂടെ ഓർത്ത് വെച്ചു എന്നേ ഉള്ളൂ. ആ ടേബിൾ പഠിക്കാൻ മക്കൾ മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി പഠിക്കാനുള്ളത് എന്താണെന്നറിയോ? നമുക്ക് അതിന്റെ ഒരു സംഭവം പഠിക്കാം. നമ്മൾ ആൽഗിൻ കാരാഗിൻ എന്നൊക്കെ പറഞ്ഞ് നേരത്തെ പഠിച്ചത് ഓർമ്മയുണ്ടോ? എന്താണ് ആൽഗിൻ കാരാഗിൻ? എന്നിട്ട് അത് ഓർത്ത് വെക്കാൻ ഒരു കാര്യവും പറഞ്ഞു. ആൽഫബറ്റ് ഓർത്ത് വെക്കണേ മക്കളെ, ABCD എന്നുള്ളത് AB എന്ന് ഓർത്ത് വെക്കണം. A ഫോർ ആൽഗിൻ, അത് എവിടെ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്നു? ബ്രൗൺ ആൽഗെ, B എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞായിരുന്നു ഞാൻ. അപ്പൊ ഈ പറയുന്ന ബ്രൗൺ ആൽഗയിൽ നിന്ന് ആൽഗിൻ എടുക്കാനുള്ള കാര്യം എന്താണെന്നറിയോ? ബ്രൗൺ ആൽഗയുടെ സെൽ വാളിന് പുറത്ത് ഒരു ചെറിയ വഴുവഴുപ്പ് ഉണ്ടാവും, മ്യൂക്കസ് മാതിരി. എന്താ വഴുവഴുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ അല്ലെ. അപ്പൊ ഒരു വഴുവഴുപ്പ് ഉണ്ടാവും, ജെലാറ്റിനസ് നേച്ചർ കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കും. അതിന്റെ പേരാണ് ആൽഗിൻ എന്ന് പറയുന്നത്. അപ്പൊ അത് ഓർത്ത് വെക്കണേ നിങ്ങൾ. അതുകൊണ്ടാണ് നമ്മൾ ഏതിൽ നിന്നും ആൽഗിൻ എക്സ്ട്രാക്ട് ചെയ്തെടുത്തു എന്ന് പറയുന്നത്? ഫയോഫൈസിയയിൽ നിന്നും ആൽഗിൻ എക്സ്ട്രാക്ട് ചെയ്തെടുത്തു എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് അതിന്റെ ബോഡി നേച്ചറെ കുറിച്ച് നോക്കാം. ഇത് നോക്കുമ്പോൾ തൽക്കാലം ഞാൻ ഒരു ചിത്രം, ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ നോക്കൂ, എങ്ങനെയുണ്ട്? ഒരു മരം നിൽക്കുന്നത് പോലെ ഉണ്ടല്ലേ. ഇതുവരെയും നമ്മൾ എന്താ പറഞ്ഞ യൂണിസെല്ലുലാർ ആൽഗേനെ കാണാൻ എങ്ങനെ ഉണ്ടായിരുന്നടാ? കോഴിമുട്ടേനെ പോലെ ഉണ്ടായിരുന്നു അല്ലേ. അതുമാതിരി നമ്മുടെ സ്പൈറോഗൈറ, യൂളോത്രിക്സ് ഒക്കെ നീണ്ട റിബൺ കിടക്കുന്നത് പോലെ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്നൊക്കെ മാറി കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ആൽഗി ഗ്രൂപ്പാണ് കേട്ടോ നമ്മുടെ ഈ ഫയോഫൈസി എന്ന് പറയുന്നത്. അപ്പൊ അതാ നോക്കി നോക്കൂ, അവർക്ക് റൂട്ട് പോലെയുള്ള സ്ട്രക്ചർ ഉണ്ട്. വീണ്ടും പറയുന്നു, റൂട്ട് അല്ല, റൂട്ട് പോലെയുള്ള സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചറിനെ നമ്മൾ എന്ത് പറയും? ഹോൾഡ് ഫാസ്റ്റ് എന്ന് പറയും. എന്തെന്നാ പറയാ? ഹോൾഡ് ഫാസ്റ്റ്. പിന്നെ ഇതാ നോക്കൂ, സ്റ്റെം അല്ല, സ്റ്റെം പോലെയുള്ള സ്ട്രക്ചർ, അതിനെ നമ്മൾ എന്ത് പറയും? സ്റ്റൈപ്പ് എന്ന് പറയും. പിന്നെ ലീഫ് പോലെയുള്ള സ്ട്രക്ചർ, അതിനെന്താ പറയാ? ഫ്രോണ്ട് എന്ന് പറയും. ഇങ്ങനെ ഈ 3 ബോഡി പാർട്സിന്റെ ഡിഫറൻസിയേഷൻ, അതായത് താലസ് എന്നുള്ള നേച്ചർ മാറുകയാണ് കേട്ടോ. താലോയിഡ് എന്നുള്ള നേച്ചർ മാറിയിട്ട് ബോഡി ക്യാൻ ബി ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു എന്തൊക്കെയായിട്ട് മാറുകയാണ്? ഹോൾഡ് ഫാസ്റ്റ്, സ്റ്റൈപ്പ്, ഫ്രോണ്ട്. അതിന്റെ കുറച്ചും കൂടി നല്ല ഇതാണ് യഥാർത്ഥത്തിലുള്ള ബ്രൗൺ ആൽഗെ എന്ന് പറയുന്നത്. അപ്പൊ നോക്കി നോക്കൂ, കണ്ടോ? ഇവിടെ കണ്ടോ? റൂട്ടല്ല, പക്ഷെ റൂട്ട് പോലെയുള്ള സ്ട്രക്ചർ. ഇതേ നോക്കൂ, സ്റ്റെം അല്ല, സ്റ്റെം പോലെയുള്ള സ്ട്രക്ചർ, ലീഫ് പോലെയുള്ള സ്ട്രക്ചർ. അപ്പോൾ ഹോൾഡ് ഫാസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. എവിടെയെങ്കിലും പറ്റി പിടിച്ചിരിക്കണമെങ്കിൽ പെട്ടെന്ന് ഹോൾഡ് ചെയ്യണം അല്ലെ, ഫാസ്റ്റ് ആയിട്ട് ഹോൾഡ് ചെയ്യണം. അപ്പൊ അങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് അതിനെ ഹോൾഡ് ഫാസ്റ്റ്. റൂട്ട് പോലെയുള്ള സ്ട്രക്ചറിന് ഹോൾഡ് ഫാസ്റ്റ് എന്ന് പറയുന്നു. സ്റ്റെം പോലെയുള്ള സ്ട്രക്ചറിന് സ്റ്റൈപ്പ് എന്ന് പറയുന്നു. ലീഫ് പോലെയുള്ള സ്ട്രക്ചറിന് ഫ്രോണ്ട് എന്ന് പറയുന്നു. ഇത് ഓർത്ത് വെക്കുക മക്കൾ. ഇതാണ് അതിന്റെ ബോഡി നേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ നമ്മുടെ പുതിയ മെമ്പേഴ്സ്, ഫയോഫൈസയുടെ മെമ്പേഴ്സ്. കണ്ടോ? നോക്കി നോക്കൂ, എന്തെല്ലാം മെമ്പേഴ്സ് ആണ് നോക്കി നോക്കൂ. നമ്മുടെ ഇതില് റൂട്ട് പോലെ, സ്റ്റെം പോലെയൊക്കെ സ്ട്രക്ചേഴ്സ് വരുന്നത് കണ്ടോ? നേരത്തെ ക്ലോറോഫൈസിയ പഠിച്ച മാതിരി ക്ലാമിഡോമോണസിന്റെയും സ്പൈറോഗൈറയുടെ ഒക്കെ ഷേപ്പ് ആണോ?
ഇവിടെ ലീഫ് പോലത്തെ സ്ട്രക്ചേഴ്സ് ഉണ്ട്, സ്റ്റെം പോലത്തെ സ്ട്രക്ചേഴ്സ് ഉണ്ട് അല്ലേ? ഇതൊക്കെയാണ് നമ്മുടെ ഏത് മെമ്പേഴ്സ് എന്ന് പറയുന്നത്? നമ്മുടെ ഫയോഫൈസിയൻ മെമ്പേഴ്സ് അഥവാ ബ്രൗൺ ആൽഗെ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ബ്രൗൺ ആൽഗയുടെ റീപ്രൊഡക്ഷനെ കുറിച്ച് പഠിക്കാം. എല്ലാം കോമൺ ആണ്. നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഉണ്ട്, അത് ഫ്രാഗ്മെന്റേഷൻ വഴിയാണ്. അതുപോലെ തന്നെ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഉണ്ട്, സൂസ്പോഴ്സ് വഴിയാണ്. അതുപോലെ തന്നെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. 3 തരത്തിലുള്ള സെക്ഷുവൽ റീപ്രൊഡക്ഷനും കാണിക്കും. ഇനി അതിന്റെ എക്സാമ്പിൾസ് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം. മക്കളത് ഒരു 3-4 തവണ വായിക്കുക, ഓർമ്മയുള്ളത് മാത്രം വീണ്ടും വീണ്ടും പഠിക്കുക. എക്ടോകാർപ്പസ്, ഡിക്റ്റിയോട്ട, ലാമിനേറിയ, സർഗാസം, ഫ്യൂക്കസ്. ഓക്കെ, ഇത് ഓർത്ത് വെച്ചോളാം. ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് ആൽഗൻ മെമ്പർ ആണ് കേട്ടോ, റോഡോഫൈസിയ ആണ്, അതായത് റെഡ് ആൽഗെ. അപ്പൊ ഇവർക്ക് നമ്മൾ പിഗ്മെന്റ് ഒക്കെ നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞതാണ്. പിഗ്മെന്റ് എന്താ ഉണ്ടാവുക? നമ്മൾ പറഞ്ഞ ഫൈക്കോ എരിത്രിൻ ആണെന്ന് പറഞ്ഞു അല്ലെ? ആരെങ്കിലും ഇനി എൻട്രൻസിനൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ അവരിത് ഈ സ്പെസിഫിക്കേഷൻ കൂടെ ഒന്ന് എഴുതിക്കൊള്ളൂ. ഫൈക്കോ എരിത്രിൻ എന്നാണ് ആ പിഗ്മെന്റിന് നമ്മൾ ശരിക്കും പറയാം. റെഡ് കളർ കൊടുക്കുന്ന പിഗ്മെന്റ് ആണ്. മറൈൻ വാട്ടറിലാണ് കൂടുതലായിട്ട് കാണുക. കടലിന്റെ മേലെ, ഏറ്റവും വാട്ടർ ലെവലിന്റെ മേലെ നമുക്കിത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഏറ്റവും അടിയിലും നമുക്കിതിനെ കാണാൻ പറ്റും. അതായത് കടലിൽ എല്ലായിടത്തും കാണാൻ പറ്റുന്ന മെമ്പർ ആണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ റെഡ് ആൽഗെ അഥവാ റോഡോഫൈസിയൻ മെമ്പർ എന്ന് പറയുന്നത്. അതിനെ കാണിച്ചു തരാം. കണ്ടോ, ഇത് കണ്ടോ, ഇങ്ങനെയാണ് റെഡ് ആൽഗെ ഉണ്ടായിരിക്കുക. ശരിക്കും നല്ല രസമുണ്ട് അത് കാണാൻ അല്ലേ? ഇനി നമുക്ക് അതിന്റെ ക്യാരക്ടർ നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നമ്മൾ നേരത്തെ ആ സ്ലൈഡിൽ പഠിച്ചാണ്. സ്റ്റോർഡ് ഫുഡ് എന്താന്നാ പറഞ്ഞത്? ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് ആണെന്ന് പറഞ്ഞു. ആരെങ്കിലും എൻട്രൻസ് ലെവലിൽ പഠിക്കുന്നുണ്ടെങ്കിൽ ഇതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചോളൂ. അമൈലോപെക്റ്റിനും ഗ്ലൈക്കോജനും ഒക്കെ ഒന്ന് ഓർത്ത് വെച്ചോളാം. നമ്മുടെ +2 പരീക്ഷയ്ക്ക് ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് എഴുതിയാൽ മതി. ഓക്കെ, പിന്നെ അതിന്റെ റീപ്രൊഡക്ഷൻ ആണ് ഈ പറഞ്ഞ പോലെ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഉണ്ട്, അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഉണ്ട്, സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. 3 തരത്തിലുള്ള റീപ്രൊഡക്ഷനും അവർ കാണിക്കുന്നുണ്ട്. പിന്നെ മക്കളെ, ഇതൊക്കെയാണ് ഏത് മെമ്പേഴ്സ് എന്ന് പറയുന്നത്? റോഡോഫൈസിയൻ മെമ്പേഴ്സ്. കണ്ടോ, ജെലീഡിയം കാണാൻ ഇങ്ങനെ ഉണ്ടാവും, ഗ്രാസിലേറിയ കാണാൻ ഇങ്ങനെ ഉണ്ടാവും, പൊർഫൈറ കാണാൻ നല്ല രസമുണ്ടല്ലേ, പൊർഫൈറ കാണാൻ ഇങ്ങനെ ഉണ്ടാവും. ഇതൊക്കെ റെഡ് ആൽഗയിലുള്ള മെമ്പേഴ്സ് ആണ്. അപ്പൊ ഇത് പറഞ്ഞു തന്നപ്പോൾ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? എന്ത് പഠിച്ചാൽ മതി? നമ്മുടെ ഏറ്റവും ആദ്യത്തെ സ്ലൈഡ് പഠിച്ചാൽ മതി അല്ലേ? അത് നല്ല ഡീറ്റെയിൽ ആയിട്ട് അത് തറവാക്കി അത് പഠിക്കണേ. ഓക്കെ, കണ്ടോ ജെലീഡിയം എങ്ങനെയുണ്ടെന്ന് നോക്കി നോക്കൂ. അതേപോലെ ഇത് നോക്കി നോക്കടാ, ഗ്രാസിലറി നല്ല രസമുണ്ട് അല്ലേ? പൊർഫൈറ ഒക്കെ രസമുണ്ട്. അപ്പൊ മക്കൾ നന്നായിട്ടത് പഠിച്ചോളാം. ഓക്കെ, ഇനി നമ്മുടെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തെല്ലാം സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് ശ്രദ്ധിച്ച് പഠിക്കേണ്ടത് എന്ന് നോക്കാം. എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ആൽഗെ 3 മാർക്കിന് ചോദിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ആ രീതിയിൽ 3 മാർക്കിന് ചോദിച്ചാലും 2 മാർക്കിന് ചോദിച്ചാലും ഒക്കെ എഴുതാൻ പറ്റുന്ന വിധത്തിൽ പഠിച്ചോളാം. പിന്നെ നമ്മൾ അതിന്റെ പിഗ്മെന്റ്സ് ഞാൻ പറഞ്ഞില്ലേ, ആ ടേബിള് CPR പഠിക്കാൻ പറഞ്ഞില്ലേ ഞാൻ, ആ CPR അങ്ങ് പഠിച്ചു വെച്ചേക്കുക. അതങ്ങ് പഠിച്ചാൽ കൃത്യമായിട്ട് എല്ലാറ്റിൻ്റെയും ഈ 3 ആൽഗയുടെയും നമുക്ക് കിട്ടും. CPR അങ്ങ് പഠിച്ചാൽ മതി. ക്ലോറോഫൈസിയ, ഫയോഫൈസിയ, റോഡോഫൈസിയ. അതങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എഴുതാനായിട്ട് പറ്റും. അപ്പം നല്ലപോലെ പഠിക്കുക, പഠിച്ച് നല്ല മാർക്ക് മേടിക്കുക. ഓക്കെ, ബൈ.